അത്തരമൊരു ന്യായം ഉണ്ടാക്കുകയാണ്. മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം, ആ കാര്യം ഏത് സ്ഥാപനത്തെ കുറിച്ച് ആർക്ക് എപ്പോഴാണ് ഉന്നയിക്കാൻ സാധിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് ഉണ്ടല്ലോ, അങ്ങനെ ഓഡിറ്റിംഗ് നടത്തി ഉണ്ടോ? ഇല്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടത്താം. സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പരിശോധന നടത്താൻ ദേവസ്വം ബോർഡിന്. അവർക്ക് പരാതി കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണക്കുകളിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലുണ്ടോ എന്ന് പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കാൻ നിർദ്ദേശിക്കാം, അങ്ങനെ ചെയ്യാം. അവർക്ക് നോട്ടീസ് കൊടുക്കണമല്ലോ, നിങ്ങളുടെ കണക്കുകളൊന്ന് പരിശോധിക്കണം, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ അവർ വരും എന്ന് പറഞ്ഞ് പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചാൽ പരിശോധന ഫീസ് കൊടുക്കണം. 1.5% അതിന് ശതമാനത്തിന്റെ കണക്കുണ്ട്, ഞാനതിലേക്ക് വരാം. ആ പരിശോധന ഫീസ് കൊടുക്കണത്തേ ഉള്ളൂ. എന്നിട്ട് ആ പരിശോധനയിൽ ക്രമക്കേട് എന്തെങ്കിലും കാണിച്ചു എന്ന് തെളിഞ്ഞാൽ ഏറ്റെടുക്കാം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുന്ന, പിടിച്ചെടുക്കണമെന്ന് നേരത്തെ തീരുമാനിച്ച് അങ്ങനെയാണ് പിടിക്കാൻ പറ്റും. കാരണം കേരള നിയമസഭയിൽ ഇത് പാസാക്കുന്ന സമയത്ത്, നിയമം പാസാക്കുന്ന സമയത്ത് എത്രമാത്രം അപകടകരമായ വകുപ്പുകളും ഖണ്ഡികകളുമാണ് രാഷ്ട്രീയ ആധിപത്യത്തിന് വേണ്ടി ഇത്തരം ആരാധനാലയങ്ങൾ ബലമായി പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പുകൾ ഇതിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ട് അതിനെ എതിർക്കാനുള്ള ഒരു ചർച്ചയോ അതിനെതിർക്കാനുള്ള സംവിധാനമോ അന്ന് ഈ നിയമസഭയിൽ ഈ ബില്ല് വന്നപ്പോൾ ഉണ്ടായിട്ടില്ല. കാരണം അതിൽ പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഏറ്റെടുക്കാം. ദേവസ്വക്കാർ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് അവർ നിർവചിക്കുന്നത് പബ്ലിക്കായിട്ട് ആളുകൾ പണം നിക്ഷേപിക്കുന്നതാണ്. ഒരു ഭണ്ഡാരം വെച്ചാൽ, ഒരു ഭണ്ഡാരം ഉണ്ടെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനായി അതിനെ ഏറ്റെടുക്കാം. അങ്ങനെയുള്ള ഒരു വകുപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. മാരണമായൊരു വകുപ്പാണ്. ഏത് സ്ഥാപനത്തെയും ആർക്ക് വേണമെങ്കിലും എപ്പോഴും പിടിച്ചെടുക്കാൻ കഴിയുന്ന അത്തരം ഒരു വകുപ്പ്, അതുപയോഗിച്ച് ഏത് ക്ഷേത്രവും എവിടെ വേണമെങ്കിലും പിടിക്കാം. അത്തരമൊരു വകുപ്പ് അവിടെ ഉണ്ട്. അത്തരമൊരു വകുപ്പ് എന്തിനു വേണ്ടിയാണ് അവിടെ ഉൾക്കൊള്ളിച്ചത് എന്നതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിശദമായ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ല. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലാക്കമോ ദുരുദ്ദേശമോ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഏതായിരുന്നു, എന്നാൽ പോലും അങ്ങനെ പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ പോലും പാലിക്കേണ്ട ചില നിയമങ്ങളാണ്, അനുശാസിക്കേണ്ട ചില നിയമങ്ങളാണ് ഞാൻ ചേർത്തത്. പോലീസുകാർക്ക് എങ്ങനെ അവിടെ പോയി ക്ഷേത്രത്തിൽ കയറാൻ അധികാരം? ആരാ അധികാരം തന്നിരിക്കുന്നത്? പോലീസുകാർക്ക് ആരാധനാലയം പ്രവേശിക്കാൻ അധികാരമില്ല. ഇനി ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ തടഞ്ഞുകൊണ്ടിരിക്കാം. തടഞ്ഞു എന്ന് വെച്ചാൽ ഉടൻ തന്നെ പോലീസുകാരും പാർട്ടി ഗുണ്ടകളുമാണോ അത് കൈകാര്യം ചെയ്യുന്നത്? അവർ അടുത്ത മജിസ്ട്രേറ്റിനെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ പോലീസിന് അങ്ങോട്ട് കിടക്കാൻ പാടുള്ളൂ. ഏത് മജിസ്ട്രേറ്റിനാണ് അനുമതി ചോദിച്ചത്? എങ്ങനെയാണ് ഇക്കാര്യത്തിൽ പോലീസ് ഇടപെടുന്നത്? നിയമം പാലിക്കാൻ ബാധ്യസ്ഥമായ പോലീസ് നിയമവിരുദ്ധമായ പ്രവർത്തികൾക്ക് രാഷ്ട്രീയ ചട്ടുകമായി മാറുന്ന വളരെ ദുരൂഹമായ സാഹചര്യമാണ് മറ്റൊന്നും ഉണ്ടാവുന്നത്. ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ പാർട്ടി ഗുണ്ടകളെക്കാൾ ആവേശം കാണിക്കുന്നതാണ് പറഞ്ഞത്. ഒരു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയാണ്, കുറെ നാള് കോൺഗ്രസ് വെച്ചില്ലേ, ഇനി മാർക്സിസ്റ്റുകാർ കൂടി ഭരിക്കട്ടത്. ഉദ്യോഗസ്ഥൻ അമ്പല നടയിൽ നിന്ന് പറയണം, യൂണിഫോമില പറയുന്നത്. അപ്പൊ ഇത്തരം വളരെ മോശമായ കാര്യങ്ങൾ, അധികാരത്തെ ദുരുപയോഗിക്കുന്ന വളരെ മോശമായ കാര്യങ്ങൾ ഈ ക്ഷേത്ര കൈകാര്യവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പഴയകാലത്ത് ഈ ദേവസ്വം എന്ന് പറയുന്നത് ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ വലിയ പ്രചരിപ്പിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ദേവസ്വത്തിന് പൈസ കൊടുക്കുന്നുണ്ട്, സർക്കാർ കോടിക്കണക്കിന് രൂപ അമ്പലങ്ങൾക്ക് വാരിപ്പോയി കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് വാദം. പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ശരിയായ രീതിയിലുള്ള പഠനങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട്, യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ട് ചിലരെങ്കിലും അത് ശരിയാണെന്ന് വിചാരിച്ചു. എന്താണ് ഇതിന്റെ വസ്തുത എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം മാറ്റാൻ വേണ്ടി നടന്ന സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ പോയിട്ട് ഇവിടെ അധികാരത്തിൽ വന്ന സർക്കാരുകൾ, ആ സർക്കാരുകൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളെല്ലാം മാറ്റിയെങ്കിലും കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച് പരമപ്രധാനമായ ദേവസ്വം നിയമത്തിൽ ഏകീകൃതമായ ഒരു സമ്പ്രദായമോ ക്ഷേത്രങ്ങളെ പരിരക്ഷിക്കുന്ന വകുപ്പുകളോ ചേർത്തിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. 4 നിയമങ്ങളാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. അതിലൊന്ന് 1951 മദ്രാസ് ഹിന്ദു ധർമ്മസ്ഥാപന നിയമം, 1950 തിരുക്കൊച്ചി ഹിന്ദു ധർമ്മസ്ഥാപന നിയമം, 1951 മദ്രാസ് ഹിന്ദു ധർമ്മസ്ഥാപന നിയമം, അതാണ് മലബാർ ദേവസ്വം ബോർഡിന് മാരകമായ നിയമം. 1971 കൂടൽമാണിക്യം ക്ഷേത്ര നിയമം, 1978 ഗുരുവായൂർ ദേവസ്വം ആക്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണത്? ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? ഗവൺമെന്റാണ്. അപ്പൊ ഗവൺമെന്റിനെ ഭരിക്കുന്ന സർക്കാരിന് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അതിനിർണായകമായ ഒരു നിയന്ത്രണാധികാരമുണ്ട്. ഓർക്കുക, ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്, ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ, ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ നിയന്ത്രണാധികാരമുള്ളത്. മറ്റൊരു വിശ്വാസികളുടെയും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ നിയന്ത്രണാധികാരമില്ല. ഞങ്ങളിപ്പോൾ ഈ സമ്മേളനം ആവശ്യപ്പെടുന്നതും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതും ഇനി മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പള്ളിയും കൂടി സർക്കാർ പിടിച്ചെടുക്കണമെന്നല്ല. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാലയങ്ങൾ അതാത് പ്രദേശത്തെ വിശ്വാസികൾ ഭക്തിപൂർവ്വം കൈകാര്യം ചെയ്യുന്നത് പോലെ ഹിന്ദു ക്ഷേത്രങ്ങളും അതാത് സ്ഥലത്തെ വിശ്വാസികൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം നൽകണമെന്നാണ്, ഈ നീതി നൽകണമെന്നാണ്. ആ നീതിയാണ് ഇന്ന് നിഷേധിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇതുപോലെ സർക്കാരിന്റെ ബലപൂർവമായ കയ്യേറ്റത്തിന് ഇരയാവുന്നത്. ഞങ്ങൾ ഇവിടെ ഇതുപോലെയുള്ള ഈ പ്രതിഷേധ സംഗമം നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചെന്ന് പറയാം, നാളെ ഇവിടുത്തെ അടുത്ത മുസ്ലിം പള്ളി ഇതുപോലെ ഏതെങ്കിലും സർക്കാർ കയ്യേറിയിട്ട് അവിടെ ഇതുപോലെ പൂട്ടടിച്ച് കൊടുത്തിട്ട് ആ പള്ളിയിൽ കയറിയിട്ട് അതിനെ തകർക്കാൻ വന്നാൽ മുസ്ലിം സഹോദരന്മാരുടെ അതിനെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് ആരാധനാലയങ്ങളുടെ പവിത്രതയും ആരാധനാ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവിശ്വാസികളായ ആളുകൾ നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു പ്രഖ്യാപനവും സമ്മേളനവുമാണ്. ഇന്ന് ഇവിടെ ചെയ്യുന്നത് നാളെ എവിടെയും ചെയ്യാം എന്നുള്ളതാണ്, അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമുള്ള ഒരു രാജ്യത്തും ഒരാരാധനാലയം പ്രവർത്തിക്കാൻ അവർ അനുവദിക്കുന്നില്ല. 1970 ഭരിച്ച സോവിയറ്റ് യൂണിയനിൽ പള്ളികളുണ്ടോ? അവിടെ മുസ്ലിം പള്ളികളുണ്ടോ? ഇപ്പൊ ചൈനയിൽ പള്ളി അനുവദിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ആരാധനാ സ്വാതന്ത്ര്യമില്ല, പള്ളികളില്ല, ഒരു വിശ്വാസവും അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല. ചൈനയിൽ ഇപ്പോഴും നോമ്പെടുക്കാൻ പറ്റുന്നുണ്ടോ? റംസാൻ വ്രതം അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ വലിയ മതസ്വാതന്ത്ര്യത്തിന്റെയും ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെയും വിശ്വാസ സംരക്ഷണത്തിന്റെയും ഒക്കെ അട്ടിപ്പേർ അവകാശപ്പെട്ടുകൊണ്ട് അതിന്റെ ചാമ്പ്യന്മാരായി വരുന്ന ആളുകളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടോ? എവിടെയും ഇല്ല. ക്യൂബയിലുണ്ടോ? കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? പോളണ്ടിൽ ഉണ്ടായിരുന്നോ? ഓരോ രാജ്യത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തങ്ങൾക്ക് ആധിപത്യം ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് പറയാം. അങ്ങനെ ഇന്ത്യ അവരുടെ കൈപ്പിടിയിലായിപ്പോയാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മൾ സാങ്കല്പികമായി ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മതവിശ്വാസികളുടെയും ആരാധനാലയങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല. കാരണം ഇപ്പോൾ വോട്ടിന് വേണ്ടിയാണ് വേഷമാറിയൊക്കെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷകന്മാരായിട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് സർക്കാരാണ് ഈ ക്ഷേത്രങ്ങളുടെ ഭരണത്തെ നിയന്ത്രിക്കുന്നത്. നേരത്തെ തന്നെ ഈ സുധാകരൻ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ, സർക്കാരിന്റെ നിയാമകമായിട്ടുള്ള ശക്തിയാണ് ഈ ദേവസ്വത്തിന്റെയും ക്ഷേത്രത്തിന്റെയും മേലെയായിട്ട് നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കാൻ പറ്റുന്ന സർക്കാരിന്റെ അനുമതിയില്ലാതെ നമ്മൾ കണ്ടതല്ലേ ശബരിമലയുടെ സമയത്ത് ആ പത്മകുമാർ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഞാൻ പിന്നീട് അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കും. എത്ര ആത്മസംഘർഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അദ്ദേഹം അനുഭവിച്ചത് നമുക്കറിയാം. വീട്ടിൽ പോയാൽ ഭാര്യയും കുടുംബക്കാരും എല്ലാവരും കൂടി ഇദ്ദേഹത്തെ വളഞ്ഞിട്ട് പറയും, നിങ്ങൾ അവിടെ ചെറുപ്പക്കാർത്തികളെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവിക്കില്ല.
പുറത്തു വന്നിട്ട് ഇവിടുന്ന് എന്ത് പറയണം? ഇവിടുന്ന് നേതാക്കന്മാരെ കണ്ണുരുട്ടുമ്പോൾ അവരുടെ കൂടെ നിൽക്കണം. ഇതുപോലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ ആളുകൾക്കെല്ലാം ഇങ്ങനെ അനുവദിക്കേണ്ടി വന്നിട്ടുണ്ട്. ജി സുധാകരന്റെ കാലത്ത്, ഈ കഴിഞ്ഞതല്ല, അതിന് മുമ്പ് അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് അവിടെ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് പോയ ഒരു പോലീസുകാരൻ മരിച്ചു. അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം മൂലം തിരിയാതെ. അപ്പൊ ഡ്യൂട്ടിക്കിടെല്ലാം സംഭവിച്ചത്. ജി സുധാകരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു, 5 ലക്ഷം രൂപ അയാളുടെ കുടുംബസായ രീതിയിൽ ദേവസ്വം ബോർഡിന് എത്തും. അപ്പൊ അത് ഹിന്ദു സംഘടനകൾ ആ വിഷയത്തിലുണ്ട്. പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് നിശ്ചയമായിട്ടും അതിന് ആനുകൂല്യങ്ങൾ കൊടുക്കും. അത് കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. ശബരിമലയിൽ പോയി ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് ദേവസ്വം ബോർഡ് സർക്കാരിന് പൈസ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും സൗകര്യം അങ്ങോട്ട് പോയി ചെയ്ത് കൊടുക്കുന്നതല്ല. ഇതൊന്നും പോലീസുകാരൊന്നും ഉത്തരവാദിയല്ല. ഇത് സർക്കാരും ദേവസ്വം ഒക്കെ ആയിട്ടുള്ള ഇടപാടാണ്. അപ്പൊ ഏതായാലും അങ്ങനെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് സംഭവിച്ചാൽ കേരള ഗവൺമെന്റിനാണ് അതിന് ഉത്തരവാദിത്തം. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അതുണ്ടാകും. അതിനുള്ള എല്ലാ വകുപ്പും. അത് കൂടാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നത് അധികാര ദുർവിനിയോഗമുണ്ട്. സർക്കാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തെറ്റായ കാര്യം നിയമപരമായി ഒരു തരത്തിലും പാടില്ലാത്ത കാര്യം ചെയ്യുന്നത്? പ്രളയത്തിന്റെ സമയത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തീരുമാനം 5 കോടി രൂപ പ്രളയത്തിന് വേണ്ടി സഹായത്തിന് വേണ്ടി കൊടുക്കാൻ. അപ്പൊ മുഖ്യമന്ത്രിയെ കാണുന്നു, പോയി ഏൽപ്പിക്കുന്നു. ദേവസ്വം ബോർഡ് ചെയർമാൻ നമ്മളൊക്കെ പോയിട്ട് പൈസ 5 കോടി കൊടുക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പൈസ കൊടുക്കുകയാണ് 2 കോടി. മത്സരിച്ച് ദേവസ്വം ബോർഡ് കാരണം കൊടുക്കുന്നതാണ്. അമ്പലത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും അവരും ശാന്തിക്കാരും അവരൊക്കെ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. ദേവസ്വം ബോർഡിന്റെ പണം ഭക്തജനങ്ങൾ തങ്ങളുടെ പ്രാണസ്പന്ദമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി സമർപ്പിച്ച പണം, ആ പണം ക്ഷേത്രേതര കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? ആരോഗ്യ കേസിന് പോയപ്പോ എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ ഇട്ട പണം തിരിച്ച് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. ആ 5 കോടി രൂപ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തോന്നിയാസം ചെയ്യാനൊന്നും അധികാരമില്ല. എന്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ദേവസ്വത്തിന്റെ പണം ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി തമ്പുരാനും കേരളത്തിൽ അധികാരമില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കോടതിയിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിയമവഴി പോകാൻ തയ്യാറാണെങ്കിൽ ഇതൊക്കെ റദ്ദാക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. ഗുരുവായൂർ ക്ഷേത്രം ഏറ്റെടുത്തു. 1970 ഗുരുവായൂർ ക്ഷേത്രം ഏറ്റെടുത്തത്. 1978 അതുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഹൈക്കോടതി റദ്ദാക്കി. ഗുരുവായൂർ ക്ഷേത്രം ഏറ്റെടുത്ത നടപടി കോടതി റദ്ദാക്കി. ഇതേത് ക്ഷേത്രത്തിനെ സംബന്ധിച്ചും വരാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ റദ്ദാക്കിയതിനു ശേഷം സർക്കാർ മധ്യസ്ഥത വന്നു. തന്ത്രി ജയനാസിനോടും മല്ലിശ്ശേരി ഇല്ലത്തോടും അതിന്റെ ഊരായ്മ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ ചർച്ചയ്ക്ക് വന്നു. അവരെ എല്ലാവരെയും ദേവസ്വം ബോർഡിനെ അംഗങ്ങളാക്കി ഉൾപ്പെടുത്തിയിട്ട് പുതിയ ഒരു സമിതി ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ സെറ്റിൽമെന്റ് ആയിരിക്കുന്നു എന്ന് കോടതി അറിയിച്ചിട്ട്, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഉഭയസമ്മതപ്രകാരം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കണം കോടതിയോട് പറഞ്ഞിട്ടാണ് 1978 രണ്ടാമത് കോടതി അതിനെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ചോദ്യം ചെയ്യുന്ന സമയത്ത്, അത് കോടതിയിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിനെ നിയമം അംഗീകരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 1811 കേണൽ മൺറോ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം തിരുവിതാംകൂറിലെ ദിവാനായി അധികാരമേറ്റു. അന്ന് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂർ ഭരിക്കുന്ന സമയത്താണ് ഇംഗ്ലീഷുകാർ തിരുവിതാംകൂറിന്റെ അധികാരം കൈപ്പിടിയിലാക്കിയതിനു ശേഷമാണ് ഈ ദിവാനായിട്ട് കേണൽ മൺറോ വന്നത്. ആ കേണൽ മൺറോ അവിടെ അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം മദ്രാസിലെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ റെസിഡന്റും കൂടിയായി. അങ്ങനെ റെസിഡന്റും കൂടിയായ കേണൽ മൺറോ ആണ് ഒറ്റ ദിവസം കൊണ്ട് അന്ന് തിരുവിതാംകൂറിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും ഏറ്റെടുക്കുന്നത്. കേണൽ മൺറോ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ
തിരുവിതാംകൂറിൽ നടന്നത് മനസ്സിലാവും. അത് മനസ്സിലാക്കണമെങ്കിൽ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്നൊരു ഗ്രന്ഥത്തിൽ കേണൽ മൺട്രോ ആരാണെന്ന് പറയുന്നത്. അതായത് തിരുവിതാംകൂറിലെ സഭയുടെ ചർച്ചിന്റെ പള്ളിയുടെ ചരിത്രമാണ് ആ ചരിത്രം പറയുന്നത്. മൺട്രോ ഭരണത്തലവനായിരുന്ന കാലത്ത് തന്നെ ആദ്യകാല ഇംഗ്ലീഷ് പാതിരിമാർ ബാങ്ക് വിളി നടക്കുന്നുണ്ട്. മുസ്ലിം സഹോദരന്മാർ ശ്രദ്ധിക്കും. മൺട്രോ ഭരണത്തലവനായിരുന്ന കാലത്ത് തന്നെ ആദ്യകാല ഇംഗ്ലീഷ് പാതിരിമാർ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് അവരുടെ ഭാഗ്യമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രബല സംരക്ഷണത്തിന് കീഴിൽ അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ കഴിയും. പള്ളികൾക്ക് വേണ്ടി വിപുലമായ ധനസഹായം അദ്ദേഹം ഏർപ്പാട് ചെയ്തു കൊടുത്തു. നാട്ടുകാരായ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ മൺട്രോ ഉത്കടമായ താല്പര്യം പ്രകടിപ്പിച്ചു. പാരമ്പര്യമായി അവർ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഊഴിയം സേവനങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പതിവ് ജോലിയിൽ നിന്നും ക്രിസ്ത്യാനികൾ അദ്ദേഹം ഒഴിവാക്കി. മതം മാറിയവർക്ക് കുടുംബത്തിലെ മുഴുവൻ ഓഹരിയും ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ ഉണ്ടാക്കി. ആദ്യമായി സർക്കാർ സേവനത്തിലേക്ക് ധാരാളം ക്രിസ്ത്യാനികളെ നിയമിച്ചു. ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകം ക്രിസ്ത്യൻ ജഡ്ജിമാരെ നിയമിച്ചു. ഒരു വിദേശ പാദ്രിയെ തന്നെ ജഡ്ജിയായി നിയമിക്കാനും അദ്ദേഹം തയ്യാറായി. അത് അദ്ദേഹത്തിന്റെ മതം അദ്ദേഹത്തിന്റെ കാര്യം ചെയ്തു. ഞാൻ മൺട്രോ ആരായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആ മൺട്രോയാണ് 1811 സെപ്റ്റംബർ മാസം 11-ാം തീയതി തിരുവിതാംകൂറിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ഒരു ഉത്തരവിലൂടെ ഒരു വിളംബരത്തിലൂടെ ഏറ്റെടുക്കുന്നത്. 348 മേജർ ക്ഷേത്രങ്ങൾ, 1128 മൈനർ ക്ഷേത്രങ്ങൾ. ഇത്രയും ക്ഷേത്രങ്ങളാണ് ഒറ്റ വിളംബരത്തിലൂടെ അതുവരെ അതാത് പ്രദേശത്തെ ആളുകൾ നടത്തിയിരുന്ന തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ. അവിടുത്തെ ഊരായ്മക്കാർ അല്ലെങ്കിൽ നാട്ടുകാരുടെ സമിതികൾ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കീഴിലൊക്കെയുള്ള ക്ഷേത്രങ്ങൾ മുഴുവനും ഒറ്റ ഉത്തരവിലൂടെ ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് അന്ന് 15,80,491 പറ നെല്ല് ഈ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു. 53,092 രൂപയും ഈ ക്ഷേത്രങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു. അതുകൂടാതെ സഞ്ചാരം വകയിൽ 70,920 പറ നെല്ലും 4,34,000 രൂപയും പ്രത്യേകമായിട്ടും ക്ഷേത്രങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇത്രയും പറ നെല്ലും ഇത്രയും തുകയും ഒറ്റ ദിവസം കൊണ്ട് സർക്കാരിൻ്റെതാക്കി മാറ്റി. അങ്ങനെ സർക്കാരിൻ്റെതാക്കി മാറ്റിയപ്പോൾ ഈ പണവും നെല്ലും മാത്രമല്ല, ഏറ്റവും വലിയ അപകടം ഉണ്ടായത് ഈ ക്ഷേത്രങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ നടത്തിയിരുന്നത് ഈ ഭൂമിയിലെ വരുമാനം ഉപയോഗിച്ചുണ്ടായിരുന്നു. ആ കൃഷിഭൂമിയും അതുപോലെ തന്നെ പാട്ടഭൂമിയായിട്ട് കൊടുത്ത ഭൂമി ഉൾപ്പെടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഭൂമിയും സർക്കാരിൻ്റെതായിട്ട് മാറി. അങ്ങനെ ആ കൊല്ലം കഴിഞ്ഞിട്ട് പിറ്റത്തെ കൊല്ലത്തേക്ക് തിരുവിതാംകൂർ സർക്കാരിന്റെ ഗവൺമെന്റിന്റെ വരുമാനം 1.5 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. നേരത്തെ ഉണ്ടായിരുന്നുണ്ട്. ഈ ക്ഷേത്രഭൂമിയും ക്ഷേത്രസ്വത്തും കൈവശപ്പെടുത്തിക്കൊണ്ട് മാത്രം. ഇങ്ങനെയാണ് 1811 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ് കേണൽ മൺട്രോ എന്ന് പറയുന്ന അന്നത്തെ തിരുവിതാംകൂർ റെസിഡന്റ് ആണ് ആദ്യമായി ഹിന്ദുക്കളുടെ കയ്യിലുണ്ടായിരുന്ന ക്ഷേത്രവും ക്ഷേത്രഭൂമിയും ക്ഷേത്ര സ്വത്തുക്കളും മുഴുവനും വിദേശിയായ ആ ഭരണാധികാരിയാണ് അന്ന് ഇംഗ്ലീഷുകാരുടെ ഭരണകാലത്ത് ആദ്യമായി ക്ഷേത്രത്തിന്റെ ഭൂമി പിടിച്ചടക്കുന്നത്. അങ്ങനെ പിടിച്ചടക്കിയതിനു ശേഷം 1904 അതായത് ഏകദേശം ഒരു 95 കൊല്ലം കഴിയുന്നത് വരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ അന്ന് പിടിച്ചെടുക്കാൻ കഴിയാത്തതും പിന്നീട് നിർമ്മിച്ചതും അന്ന് ചെറുത്തുകൊണ്ട് നടക്കാത്തതുമായ 30-ലധികം വലിയ ക്ഷേത്രങ്ങൾ കൂടി 1904 വീണ്ടും ഒരു ഉത്തരവിലൂടെ ഏറ്റെടുത്തു. ശ്രദ്ധിക്കുക, ഒരൊറ്റ പള്ളിയും ഈ കാലയളവിൽ ഏറ്റെടുത്തിട്ടില്ല. ഒരു മുസ്ലിം പള്ളി ഏറ്റെടുത്തില്ല, ഒരു ക്രിസ്ത്യൻ പള്ളി ഏറ്റെടുത്തില്ല. അന്ന് ഇത്രയും ക്ഷേത്രങ്ങൾ മുഴുവനും അന്ന് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഏറ്റെടുത്തതിന് മൺട്രോ ഒരു കണക്കൂട്ടിയിരുന്നു. പാട്ടനെല്ലിന് പറക്ക് 6 ചക്രം. അങ്ങനെ 6 ഏക്കർ എന്ന് പറഞ്ഞാൽ 21 പൈസ. 1906 അത് 11 ചക്രമായി വർദ്ധിപ്പിച്ചു. അതായത് 39 പൈസ. അങ്ങനെ ഈ നെല്ലിന്റെ പൈസയൊക്കെ വളരെ നാമമാത്രമായി കണക്കാക്കിയിട്ടാണ് ഈ ക്ഷേത്ര സ്വത്ത് ഏറ്റെടുത്തതിന്റെ കണക്ക് അവർ കൂട്ടിവെച്ചത്. 1865 ഈ ക്ഷേത്രങ്ങളെ ഗുരുതരമായി ബാധിച്ച രണ്ടാമത്തെ സംഭവം ഉണ്ടായി. എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ സർക്കാർ ഭൂമികളിലുള്ള മുഴുവൻ കുടിയാന്മാർക്കും സർക്കാർ പട്ടയം കൊടുത്തു. സർക്കാർ ഭൂമികളിലുള്ള കുടിൽ കെട്ടി താമസിച്ചിരുന്ന കുടിയാന്മാരായ ആളുകൾക്ക് സർക്കാർ പട്ടയം കൊടുത്തു 1865. ആ സമയത്ത് സർക്കാർ ഭൂമികളിലെ പട്ടയം കൊടുത്തതുപോലെ തന്നെ ക്ഷേത്രഭൂമികളിലുള്ള
ആളുകൾക്കും പട്ടയം. സത്യത്തിൽ സർക്കാരിന് യാതൊരു അധികാരമില്ലാത്തതാണ്. ക്ഷേത്രഭൂമികളിൽ ഹിന്ദുക്കൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആ സമയമാകുമ്പോഴത്തേക്ക് മറ്റ് ഹിന്ദുക്കൾ അല്ലാത്തവരും അവിടെ കുടിൽ കെട്ടി കുടിയാന്മാരായിരുന്നു. ക്ഷേത്രഭൂമി അവർക്കും പതിച്ചു കൊടുത്തു. അങ്ങനെ ക്ഷേത്രത്തിന്റെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീട് പട്ടയം കൊടുക്കുന്ന സമയത്ത്, സർക്കാർ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്ന സമയത്ത് ക്ഷേത്രഭൂമിക്കും പട്ടയം കൊടുത്ത് ക്ഷേത്രങ്ങൾക്ക് യാതൊരു നഷ്ടപരിഹാരം കൊടുക്കാതെ ആ ഭൂമിയും കൂടി കുടിയാന്മാർക്ക് തിരിച്ചു കൊടുത്തു. ഇത് പിന്നീട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് തിരുവിതാംകൂർ ഹൈക്കോടതി 1866 ഈ നിയമം റദ്ദാക്കി. ക്ഷേത്രഭൂമി ഇതുപോലെ കൈവശപ്പെടുത്തിയിട്ട് പട്ടയം കൊടുത്തത് തെറ്റാണ് എന്ന്, ക്ഷേത്രഭൂമി കൈവശപ്പെടുത്തിയത് തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു. ഇത് റദ്ദാക്കിയിട്ടുള്ള മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂറിലെ ഗവൺമെന്റ് അന്ന് കൊടുത്ത മറുപടി, സർക്കാർ ഭൂമിയും ക്ഷേത്രഭൂമിയും വെവ്വേറെ തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ ഞങ്ങൾക്ക് ഈ ഉത്തരവ് നടപ്പാക്കാൻ സാധ്യമല്ല എന്ന മറുപടിയാണ് കൊടുക്കുന്നത്. നോക്കണം എങ്ങനെയാണ് ഈ സർക്കാർ ഭൂമിയുടെ സർക്കാരിലേക്ക് ഈ ക്ഷേത്രഭൂമി മുഴുവനും എത്തിച്ചേർന്നത് എന്നുള്ളത്. അതുകൊണ്ട് അത് നടപ്പാക്കിയില്ല. ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് മദ്രാസിലായിരുന്നു കൊടുക്കേണ്ടത്. അങ്ങനെ മദ്രാസിൽ തിരുവിതാംകൂറിന്റെ ഭരണ റിപ്പോർട്ട് കൊടുത്ത കൂട്ടത്തിൽ അന്ന് 1873 മദ്രാസി ഗവൺമെന്റ് തിരുവിതാംകൂർ ഗവൺമെന്റിനോട് ഒരാവശ്യം ഉന്നയിച്ചു. അതായത്, നിങ്ങൾ ഭരണ റിപ്പോർട്ട് തരുന്ന സമയത്ത് സർക്കാരിന്റെ പണ്ടാരംഭക ഭൂമി ആ കൂട്ടത്തിൽ തന്നെയാണ് ക്ഷേത്രഭൂമിയെയും ഉൾക്കൊള്ളിച്ച് കാണുന്നത്. ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞിട്ട് അവരുടെ റിപ്പോർട്ട് മുടക്കി. മദ്രാസ് ഗവൺമെന്റ് തിരുവിതാംകൂർ ഗവൺമെന്റ് ക്ഷേത്രഭൂമി വേർതിരിച്ച് കാണിക്കണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് മുടക്കി. അങ്ങനെ മുടക്കിയപ്പോൾ അതിന് മറുപടിയായിട്ട് തിരുവിതാംകൂർ ഗവൺമെന്റ് കൊടുത്തത്, അപ്രകാരം രണ്ടും വേർതിരിച്ച് കാണിക്കുന്നത് അഭികാമ്യമാണെങ്കിലും ഭൂമികൾ വെവ്വേറെ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ അതിന് സാധിക്കുന്നില്ല എന്ന മറുപടിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. സർക്കാരിന്റെ ഭൂമി എത്രയാണെന്ന് സർക്കാരിന് അറിയേണ്ടതാണ്. സർക്കാരിന് അത് നിശ്ചിതമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. അത് കഴിച്ചാൽ ഭൂമി ബാക്കിയുള്ളത് ക്ഷേത്രഭൂമിയാണ്, സ്വകാര്യ വ്യക്തികളെ അല്ലാതെ കണക്കാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒരുപക്ഷെ ഒരു വർഷത്തെ സർവേ വേണ്ടി വരും. ആ സർവേ നടത്തുന്നതിന് പകരം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അഭികാമ്യമാണ്, പക്ഷേ ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്ന മറുപടി കൊടുക്കുന്നു. 1907 ഇതിനെ തുറന്ന് കെ രാമചന്ദ്രറാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗരപ്രമുഖനെ, ഉദ്യോഗസ്ഥ പ്രമുഖനെ ഈ കാര്യം പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനായി നിശ്ചയിച്ചു. തിരുവിതാംകൂർ സർക്കാരാണ് നിശ്ചയിച്ചത്. 1908 അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭൂമിയെ സംബന്ധിച്ച് സർക്കാർ ഒരു ട്രസ്റ്റ് മാത്രമാണ്, അവയെ പണ്ടാരവക ഭൂമികളായി കണക്കാക്കരുത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഉള്ള അറ്റാദായം എത്രയാണെന്ന് കണക്കാക്കിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് രാമചന്ദ്രറാവുവിന്റെ റിപ്പോർട്ട് സർക്കാരിന് കിട്ടി. അപ്പോൾ ഗവൺമെന്റിന്റെയും ക്ഷേത്രങ്ങളുടെയൊക്കെ വാദങ്ങൾ കേട്ടപ്പോൾ ഗവൺമെന്റിനോട് ആ കമ്മീഷൻ ചോദിച്ചു, 1811, 1908 ഇത്രയും കാലത്ത് 98 കൊല്ലമുണ്ട്. ഈ 92 കൊല്ലം കൊണ്ട് ഒരു കൊല്ലം 2 ലക്ഷം രൂപ ലാഭം കണക്കാക്കിയാൽ തന്നെ, ഗവൺമെന്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും 2 ലക്ഷം രൂപ ഉണ്ടാവും. ആ 2 ലക്ഷം രൂപ ലാഭം കണക്കാക്കിയാൽ തന്നെ 190 ലക്ഷം 96 ലക്ഷം രൂപയുണ്ട്. ആ 190 ലക്ഷം രൂപ 96 ലക്ഷത്തിൽ 96 ലക്ഷം കുട്ടികളെയാണ്. നോക്കണേ, 196 ലക്ഷം ഉണ്ട്. അന്നത്തെ 96 ലക്ഷം അത് വിടുക. ബാക്കിയുള്ള 1 കോടിക്ക് 3% പലിശ കണക്കാക്കുക. അപ്പൊ 3 ലക്ഷം ഉണ്ടാവും. ആ 3 ലക്ഷം രൂപ സർക്കാർ ക്ഷേത്രങ്ങൾക്ക് നൽകണം എന്ന് രാമചന്ദ്രറാവു കമ്മീഷൻ ഉത്തരവിട്ടു. അന്ന് ന്യായമായിട്ട് പറയുന്നത് 5 കോടി രൂപയുടെയെങ്കിലും വരുമാനം അന്ന് ഈ ക്ഷേത്ര സ്വത്തുകൾക്ക് സർക്കാരിന് കിട്ടുന്നുണ്ട്. കമ്മീഷൻ കണക്കാക്കിയത് 1,96 ലക്ഷം. ആ 1,96 ലക്ഷത്തിൽ കമ്മീഷൻ തന്നെ ഒറ്റ തട്ടിന് 96 ലക്ഷം തട്ടി. എന്നിട്ട് 1 കോടിക്ക് കണക്കാക്കാൻ പറഞ്ഞു. ആ 1 കോടിക്ക് പലിശ കണക്കാക്കിയത് അന്നത്തെ ന്യായമായ പലിശ 6% ഉണ്ട്, പക്ഷെ 3% പലിശ കൂട്ടിയത്. ആ 3% പലിശ വെച്ചാൽ തന്നെ എത്രയുണ്ട്? 3 ലക്ഷം രൂപ ഉണ്ട്. ആ 3 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ 3 ലക്ഷം രൂപ കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് സർക്കാർ സമ്മതിച്ചു. പൈസ കൊടുത്തില്ല. സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് സർക്കാർ സമ്മതിച്ചു. സർക്കാരിന്റെ വലിയ ഒരു ആനുകൂല്യം അങ്ങനെയാണ് കിട്ടിയത്. ഇതിനെതിരായിട്ട് അഡ്വക്കേറ്റ് ജനറലിന് പരാതി പോയി. അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ടുള്ള സർ CP രാമസ്വാമി
അദ്ദേഹവും ഈ കാര്യം ശരിവെച്ചിട്ട് ക്ഷേത്രങ്ങൾക്ക് ഈ തുക കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. അതിനുശേഷം 1920 ഇത് ശരിവെച്ചാണ്. 1922 ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് മഹാരാജാവിന്റെ വിളംബരം ഉണ്ടാകുന്നത്. ആ വിളംബര പ്രകാരം നികുതി വരവിന്റെ 40%, അതായത് ഈ ക്ഷേത്രഭൂമിയിൽ വെക്കുന്ന നികുതിയുടെ 40%, ഭൂമിയുടെ വിലയല്ല, നികുതി വരവിന്റെ 40%-മായി ക്ഷേത്രങ്ങൾക്ക് 25 ലക്ഷം റുപ്യ കൊടുക്കണമെന്ന് പറഞ്ഞു. ആ 25 ലക്ഷം റുപ്യ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഹിന്ദു സംഘടനകൾ, NSS അതുപോലെ അന്നത്തെ SNDP സഭാ ചില സംഘടനകൾ അത് വളരെ അപര്യാപ്തമാണെന്ന് പറഞ്ഞ് സമരം ചെയ്തു. അങ്ങനെ സമരം ചെയ്തപ്പോ 1944 ആ തുക 51 ലക്ഷമായി വർദ്ധിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുന്നതിൽ 5 ലക്ഷം റുപ്യ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടുക്കണമെന്നും ബാക്കിയുള്ള തുക ബാക്കിയുള്ള ക്ഷേത്രങ്ങൾക്കെല്ലാം കൊടുക്കണമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. 1949, അതായത് തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയൻ ലയിച്ചു ചേരുന്നതിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ ലേലക്കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് തിരുവിതാംകൂർ രാജാവ് അന്നത്തെ വല്ലഭായ് പട്ടേൽ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരോട് വെച്ച ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥ ഈ തുക കൊടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം, ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്ന തുക എന്നത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് തിരുവിതാംകൂർ രാജാവ് പറഞ്ഞു. നാളെ ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിന് ചോദ്യം ചെയ്യാനുള്ള വകുപ്പ് വേണം, അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ 98-ാം ഖണ്ഡികയിൽ ഈ കാര്യം ഉൾപ്പെടുത്തി. അങ്ങനെ രാജാവും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയനും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടി അഥവാ കവനന്റിൽ, ആ കവനന്റിൽ രേഖപ്പെടുത്തിയത് കൂടാതെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പോലും ഈ ക്ഷേത്രങ്ങൾക്ക് ഇങ്ങനെ തുക കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 290A വകുപ്പ്, ആ വകുപ്പിൽ ഒരിക്കൽ കൂടി പ്രാമാണികമായി ഭരണഘടനയുടെ വകുപ്പായിട്ട് ഈ തുക കൊടുക്കണമെന്ന് ചേർത്തിട്ടുണ്ട്. സർക്കാർ ഇപ്പോഴത്തെ സർക്കാരുകൾ എന്തെങ്കിലും നക്കാപ്പിച്ച ദേവസ്വം ബോർഡ് കൊടുക്കുമ്പോൾ വലിയ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും തുകയൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്നില്ലേ, ആ തുക എങ്ങനെ കൊടുക്കുന്നതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ തുക ആദ്യം ക്ഷേത്രങ്ങളുടെ ഭൂമി മുഴുവനും മൺറോയെ എടുത്തു. അങ്ങനെ ഏറ്റെടുത്ത് അത് മുഴുവൻ സർക്കാരിൻ്റെതാക്കി. ഭൂമിയുടെ വില കൊടുത്തിട്ടില്ല, നേരെ മറിച്ച് ഏറ്റവും അവസാനം കൊടുത്തത് ആ ഭൂമിക്ക് കുടിയാന്മാർ കൊടുക്കുന്ന നികുതി വരവിന്റെ 40%-മാണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ആ 40% കൊടുത്തിട്ടുള്ള പിന്നെ കേസിന് പോയപ്പോഴാണ് കൊടുത്തത്. എന്നിട്ട് അത് അവസാനം ഭരണഘടനയിൽ വകുപ്പായി ചേർക്കുകയാണ് ചെയ്തത്. 290A എന്ന് പറയുന്ന വകുപ്പ് രാജാവെന്ന് തിരുവിതാംകൂർ രാജാവ് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഭരണഘടനയിൽ ചേർക്കുകയാണ് ചെയ്തത്. 1950 തിരുക്കൊച്ചി ഹിന്ദു സ്ഥാപന നിയമം വന്നു. 1950 തന്നെ അതിന്റെ 25-ാം ആക്ട് ഉണ്ട്. ആ 25-ാം ആക്ട് അനുസരിച്ചാണ് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകൾ രൂപീകരിക്കുന്നത്. അപ്പൊ 1948 ഈ തുക അന്ന് അനുവദിച്ച തുക അപര്യാപ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറ്റാദായത്തിന്റെ ഭാഗമായ പലിശ മാത്രമാണ് നൽകിയതെന്ന് ഓർമ്മിക്കണം. അങ്ങനെ കൊടുത്ത ഈ ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്ന ആ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം, ആ ആവശ്യം ഇതുവരെ യഥാർത്ഥത്തിൽ വന്ന ഗവൺമെന്റുകൾ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് അവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഒരു സ്ഥിതി, തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ സ്ഥിതി. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഇവിടുത്തെ മട്ടന്നൂർ അമ്പലത്തിലെ കണക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്, മിസ്മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ വന്നത്. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അഴിമതിയുടെ പുത്തരങ്ങായി മാറിയപ്പോ അതിനെക്കുറിച്ച് പഠിക്കാനും നിയമങ്ങൾ പരിഷ്കരിക്കാനും വേണ്ടിയിട്ട് നിരവധി സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പൊ അവിടെ ഏർപ്പെടുത്തിയ ഒരു സംവിധാനം അത് വകുപ്പിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഏർപ്പെടുത്തിയാണ്. തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിലെ 102-ാം വകുപ്പിൽ 4-ാമത്തെ ഖണ്ഡിക പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ കേരള ഹൈക്കോടതിയിൽ ഒരു ദേവസ്വം ബെഞ്ച് ഉണ്ടാക്കണമെന്നും ആ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ഓഡിറ്റർമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും കണക്കുകൾ ഓഡിറ്റ് ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെ കോടതിയുടെ ഓഡിറ്റർമാർ
ആ കണക്ക് പരിശോധിക്കണം എന്ന് തീരുമാനിച്ചത്. അതൊക്കെ ആന കയറിയ കരിമ്പുത്തോട്ടം പോലെ ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളൊക്കെ ആക്കിയതിനെ തുടർന്നാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയതിനു ശേഷമാണ് കോടതി ഇടപെടൽ നടത്തിയത്. അങ്ങനെ ഇടപെടൽ നടത്തിയിട്ട് ഹൈക്കോടതിക്ക് ഈ ഓഡിറ്റർമാർ റിപ്പോർട്ട് ചെയ്യണം, അഴിമതി നടത്തിയത് പ്രത്യേകം പരാമർശിച്ചിട്ട് കൊടുക്കണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. 1989 ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ക്ഷേത്രത്തിലെ കണക്ക് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോ ദേവസ്വം ബോർഡ് കൊടുത്ത മറുപടി, അതായത് 1975-76 റിപ്പോർട്ടിനെ കുറിച്ചാണ് ചോദിച്ചത്. ആ റിപ്പോർട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ്. അതായത് 12 വർഷത്തെ കണക്ക് ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ കൊടുത്ത മറുപടി. ഹൈക്കോടതി വെച്ച ഓഡിറ്റർമാരോട് കോടതി വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇത് എന്താണ് ചെയ്തത് എന്ന്. അപ്പൊ അവര് 4/8/1980 ഇത് ചോദിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയിട്ട് കോടതിയിൽ പോയിട്ട് പറഞ്ഞത്, ഞങ്ങള് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെയും സ്പെഷ്യൽ ഓഫീസർമാരെയും ചോട്ടാനിക്കര ക്ഷേത്രയും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലൊക്കെ നിരവധി തവണ പോയെങ്കിലും കണക്ക് കാണിക്കാൻ ഈ ദേവസ്വം ബോർഡിന് അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് ഇവർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്. കോടതി വിശദമായിട്ട് ഈ കാര്യങ്ങൾ പിന്നീട് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറെയും സ്പെഷ്യൽ ഓഫീസറെയും കോടതിയിൽ വിളിച്ചു വരുത്തിട്ട് ശാസിച്ചു. നേരിട്ട് കോടതിയിൽ വിളിച്ചു വരുത്തി ശാസിച്ചു. ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നീട് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് അവർ സമർപ്പിച്ച കണക്കിൽ പറയുന്നത് ശബരിമലയിൽ കൊടുത്ത 12 കൊല്ലത്തെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ രേഖകളില്ല എന്ന് മാത്രമല്ല, ചെലവിന്റെ വൗച്ചർ ഒന്നുമില്ല. ചോട്ടാനിക്കര ക്ഷേത്രത്തിലെ അവിടേക്ക് വന്ന 100 കണക്കിന് മണി ഓർഡറുകൾ അതെങ്ങനെ ചെലവാക്കിയെന്ന് കണക്കില്ല. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വെടിവഴിപാടിനെ കുറിച്ച് കൊടുത്ത റെസീറ്റോ കുറ്റിയോ കാണാനില്ല. ഒന്നും ഹാജരാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്റർമാർ ചെയ്തിട്ട് പരിശോധിക്കാൻ കണക്ക് കൊടുത്തില്ല. മാത്രമല്ല, പരിശോധിച്ചപ്പോൾ ഇതുപോലെയുള്ള വെട്ടിപ്പുകളാണ് നടന്നത്, സർവത്ര അഴിമതിയാണ് എന്ന് വ്യക്തമാക്കി. അതിനുശേഷം 11/4/1990 ജസ്റ്റിസ് KS പരിപൂർണനും ജസ്റ്റിസ് ജഗന്നാഥ രാജു ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഒരു ഹൈപ്പവർ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ വി രാമേന്ദ്രനായിരുന്നു. ആ കമ്മിറ്റിയിൽ അംഗമായിട്ട് ശ്രീ KM രാധാകൃഷ്ണൻ നായരുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റ് സെക്രട്ടറിയും CBIയുടെ സ്പെഷ്യൽ ഡയറക്ടറുമായിരുന്നു. AS സുനിൽ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റും ഉണ്ടായിരുന്നു. അവര് എല്ലാ ക്ഷേത്രങ്ങളിലും ചെന്ന് വിശദമായ പഠനം നടത്തി. അങ്ങനെ പഠനം നടത്തിയിട്ട് അവര് ഈ ഹൈപ്പവർ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കെടുകാര്യസ്ഥതയുടെ പര്യായമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാണ് ഈ ഹൈപ്പവർ കമ്മിറ്റി ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് ഹൈപ്പവർ കമ്മിറ്റി ഇതുപോലെ ഇതിനു മുമ്പ് നടന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വേറെ 6 കമ്മിറ്റികൾ വെച്ചിരുന്നു, 6 കമ്മീഷനുകൾ. അതൊന്ന് 1960 ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് കമ്മീഷൻ ഡോക്ടർ CP രാമകൃഷ്ണൻ അയ്യർ, 2 1960 കുട്ടീശ്വരൻ കമ്മിറ്റി, 3 1961 കൈനിക്കര പത്മനാഭപിള്ളയുടെ കമ്മിറ്റി, 4 1984 ഡോക്ടർ CR കൃഷ്ണമൂർത്തിയുടെ കമ്മിറ്റി, 5 1974 G ഭാസ്കരൻ നായരുടെ കമ്മീഷൻ, 6 1984 ജസ്റ്റിസ് KP ശങ്കരൻ നായരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ. 6 അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും അന്വേഷണ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ കാറും എല്ലാം കൊടുത്ത് ദേവസ്വത്തിന്റെ ഫണ്ടെടുത്ത് ചെലവാക്കിയിട്ട് അന്വേഷിച്ച റിപ്പോർട്ടിൽ 6ഉം സർക്കാരിന്റെ കയ്യിൽ പൊടി പിടിച്ച് ഒരു പേജ് പോലും തുറക്കാതെ നിയമസഭയിൽ വെക്കാതെ ഒരു നടപടിയും എടുക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഫീസിൽ ഇതെല്ലാം വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇതും കൂടി പരിശോധിച്ചിട്ടാണ് ഈ 6+1 ഹൈപ്പവർ കമ്മിറ്റിയും കൂടി പരിശോധിച്ചിട്ടാണ് ഹൈക്കോടതി ഒരു റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന ദേവസ്വം ബോർഡുകൾ എങ്ങനെയൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ ഭരണം നടത്തുന്നത്? അഴിമതിയുടെ കൂത്തരങ്ങായ കെടുകാര്യസ്ഥതയുടെ പര്യായമായ
ക്ഷേത്രങ്ങളും ബോർഡുകളുമാണ് ഭരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് കോടതിയാണ് പറഞ്ഞത്, ഹൈക്കോടതിയാണ് പറഞ്ഞത്. അങ്ങനെ ഹൈക്കോടതി കണ്ടെത്തിയിട്ടാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിൽ പിടിക്കാൻ വരുമ്പോൾ തൊടുന്യായമായിട്ട് ഇവിടെ ക്ഷേത്രത്തിലെ കണക്കില്ല, അവർക്ക് മിസ്മാനേജ്മെന്റ് അതുപോലുള്ള കാര്യവുമായിട്ട് ഇവർ വരുന്നത്. ഇനി മലബാറിലെ ദേവസ്വം ബോർഡിന്റെ കാര്യം, ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇവിടെ രാജാക്കന്മാരായിരുന്നു ഭരിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ചർക്കൽ രാജാവ്, അതുപോലെ തന്നെ കോട്ടയം രാജാവ്, അങ്ങ് സാമൂതിരി രാജാവ് വരെയുള്ള എല്ലാ രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ക്ഷേത്രത്തിന്റെ മേൽക്കോയ്മ അധികാരം എന്ന് പറയുന്നത് രാജാക്കന്മാർക്കായിരുന്നു. അതിനുശേഷം ടിപ്പുവിന്റെ പടയോട്ടം കഴിഞ്ഞതിന് ശേഷം ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ തോപ്പിച്ചതിന് ശേഷം 1817 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ മലബാറിന്റെ അധികാരം സ്ഥാപിച്ചു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം പിടിച്ചെടുത്തതിന് ശേഷം 1817 ഒരു 7ാം നമ്പർ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നു. 7ാം നമ്പർ റെഗുലേഷൻ ആക്ടിൽ ഈ മലബാറിലെ ക്ഷേത്രങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിലാക്കണം എന്നായിരുന്നു ആ ആക്ടിൽ ഉള്ളത്. അങ്ങനെ അത് കൊണ്ടുവന്നതിന് ശേഷം അതിനെതിരായിട്ട് പ്രക്ഷോഭങ്ങളുണ്ടായി, പല സ്ഥലത്തുണ്ടായി. പക്ഷെ കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ടായി. ആ കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് നമ്മൾ ക്ഷേത്രം ഇങ്ങനെ ഭരിക്കേണ്ടതില്ല, നമ്മളെന്തിനാണ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഒരു ചർച്ച ഉണ്ട്. അങ്ങനെ ചർച്ച നോക്കണം. അവിടുന്ന് ബ്രിട്ടീഷുകാരുടെ വന്നിട്ട് ക്ഷേത്രം പിടിച്ചെടുത്തപ്പോ ബ്രിട്ടീഷുകാരായ ആളുകൾ തന്നെ ചർച്ച ചെയ്തിട്ട് വെറുതെ എന്തിനായി അവരുടെ വിശ്വാസികളുടെ ക്ഷേത്രം നമ്മൾ പിടിച്ചെടുക്കുന്നത്, അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചു. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരായ വിദേശികളായ ആൾക്കുള്ള ആ ഒരു ബോധത്തിന്റെ 1000 അംശമെങ്കിലും ഇന്ന് നമ്മളെ ഭരിക്കുന്ന ഈ ജനകീയ ഭരണകർത്താക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു നമ്പർ പിടിക്കാൻ വരുമായിരുന്നോ? അങ്ങനെ 1963 29ാം നമ്പർ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് കൊണ്ടുവന്നു. ആ ആക്ട് അനുസരിച്ചിട്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം അതാത് പ്രദേശത്തുള്ള രാജാക്കന്മാര്, നാട്ടുപ്രമാണികള്, നാട്ടുമുഖ്യസ്ഥന്മാര് അല്ലെങ്കിൽ കുടുംബക്കാര് അവർക്കൊക്കെ ഇത് വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിൽ അവരൊരു തീരുമാനം കൂടി എടുത്തു. ആ തീരുമാനം നല്ലൊരു തീരുമാനമായി. ആ ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ, പരിപാലിക്കാൻ വേണ്ടി നേരത്തെ ആ ക്ഷേത്രത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രഭൂമികൾ മുഴുവനും, ആ ക്ഷേത്രഭൂമികൾ മലബാർ ക്ഷേത്രഭൂമികൾ മുഴുവനും ക്ഷേത്രത്തിൻ്റെതായിട്ട് ക്ഷേത്രം പരിപാലിക്കാൻ വേണ്ടി ഈ ഊരായ്മക്കാർക്ക്, ക്ഷേത്രം നടത്തിപ്പുകാർക്ക് വിട്ടുകൊടുക്കാനും അവർ തന്നു. അങ്ങനെ ക്ഷേത്രഭൂമിയുടെ ആരാണോ ക്ഷേത്രം നടത്തുന്നത് അതിന്റെ ഊരായ്മക്കാർക്ക് ആ ഭൂമി കിട്ടി. അതായത് അതിന്റെ ട്രസ്റ്റിമാരായിട്ട് അവർ മാറി. പക്ഷെ ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്തില്ല. അത് വേണ്ടതാനും ഉടമസ്ഥാവകാശമില്ലാതെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രം അവർ വിട്ടുകൊടുത്തു. അങ്ങനെ മലബാറിൽ ഇങ്ങനെ ഈ ക്ഷേത്രങ്ങൾ വിട്ടുകിട്ടി. 1951 പുതിയ നിയമം ഉണ്ടാവുന്നു. ആ നിയമത്തിൽ ഒരു ഭേദഗതി കൂടി വരുത്തിയിട്ട് 1954 നിയമമാണ് ഇന്നിപ്പോൾ മലബാറിൽ നിലനിൽക്കുന്ന നിയമം. ആ നിയമം അനുസരിച്ച്, അന്നത്തെ നിയമം അനുസരിച്ച് ഈ ക്ഷേത്രഭൂമിയെല്ലാം ക്ഷേത്രങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നേരത്തെ സ്വാമി പറഞ്ഞ ആ സംഭവം ഉണ്ടായത്. അതായത് കേരളത്തിലെ ഈ ഭൂമികൾ മുഴുവനും അന്നത്തെ ഒരു 1964 നിയമം അനുസരിച്ചിട്ട് അത് ക്രിയാന്മാർക്ക് അവർക്ക് പതിച്ചു കൊടുക്കുന്ന നിയമം, ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി. ആ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയപ്പോൾ ക്ഷേത്രഭൂമികളും അതിൽ പെടുത്തി. അങ്ങനെ പെടുത്തിയിട്ട് കൊടുത്ത കൂട്ടത്തിൽ 1970 ഒരു പുതിയ നിയമം കൂടി വന്നു. ആ നിയമം അനുസരിച്ചിട്ട് ക്ഷേത്രങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ വനങ്ങളും അത് മുഴുവനും സർക്കാരിന്റെ കയ്യിലായി. അപ്പൊ സ്വാഭാവികമായും സർക്കാരിന്റെ കയ്യിൽ ഇതായ കൂട്ടത്തിൽ നമ്മുടെ അതിന്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 2.5 ലക്ഷം ഏക്കർ ഭൂമിയാണ്, വനഭൂമിയാണ് ഒറ്റയടിക്ക് സർക്കാരിന്റെ അറിവുണ്ട്. 1970 സ്വകാര്യ വനങ്ങൾ സർക്കാരിൻ്റെതാക്കി നിക്ഷിപ്തപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിയമമായിരുന്നു. ആ നിയമത്തിന്റെ കൂട്ടത്തിൽ സ്വകാര്യ വനങ്ങൾ സർക്കാരിൻ്റെതാക്കുന്ന കൂട്ടത്തിൽ ക്ഷേത്രത്തിന്റെ കയ്യിലുള്ള വനങ്ങളും സർക്കാരിൻ്റെതാക്കും. കൊട്ടിയൂർ അമ്പലത്തിന്റെ 2.5 ലക്ഷം ഏക്കർ ഫോറസ്റ്റ്, ആ ഫോറസ്റ്റ് സർക്കാരിൻ്റെ. അതുപോലെ കേരളത്തിലെമ്പാടുള്ള ക്ഷേത്രങ്ങൾ ഇങ്ങനെയായി എന്നുള്ളത് മനസ്സിലാക്കി. അതിനിടയിലാണ്
ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ചയ്ക്ക് വരാനിടയായ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം എന്ന് വെച്ചാൽ ഈ 1954 നിയമം അനുസരിച്ച് കോഴിക്കോടുള്ള ഹിന്ദു ധർമ്മസ്ഥാപന ബോർഡിന്റെ കമ്മീഷൻ ഉണ്ട്, അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് ഉണ്ട്. അവരുടെ കയ്യിലുള്ള ക്ഷേത്രത്തിന് അവർ ചെയ്യേണ്ടിയിരുന്നത് അവരുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ മാമാനികുന്ന് ക്ഷേത്രം, ആ മാമാനികുന്ന് ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. പക്ഷെ മാമാനികുന്ന് ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ അതിനൊരു ട്രസ്റ്റി ബോർഡുണ്ട്, പാരമ്പര്യ ട്രസ്റ്റിമാരുടെ ഒരു സമിതിയുണ്ട്. അവരാണ് ഭരണം നടത്തുന്നത്. ദേവസ്വം ബോർഡ് അതിന് നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെ നിയന്ത്രണം ഏറ്റെടുത്ത് അവർ ചെയ്യേണ്ട കാര്യം അവരുടെ മൊത്തം വരുമാനത്തിന്റെ 5%, മാമാനികുന്ന് ക്ഷേത്രത്തിലെ വരുമാനത്തിന്റെ 5% മലബാർ ദേവസ്വം ബോർഡിന്റെ ഭരണ ചെലവിന് വേണ്ടി കൊടുക്കണം. മാമാനികുന്ന് ദേവി ക്ഷേത്രത്തിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റർമാർ വരുന്നത് അവരുടെ മൊത്തം വരുമാനത്തിന്റെ 1.5% കൊടുക്കണം. ഇങ്ങനെ ഈ മലബാറിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും അത് കൊടുക്കണം. അത് ട്രസ്റ്റി ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് അങ്ങനെ ചെയ്യുന്നത്. അതല്ലാത്ത ക്ഷേത്രം, ഇതിപ്പോ ഈ ക്ഷേത്രം അവർ ഡയറക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഡയറക്റ്റ് വരുമാനം അവർക്ക് ദേവസ്വം ബോർഡിനാണ് അവർ കൊണ്ടുപോകുന്നത്. അതുപോലെയുള്ള ക്ഷേത്രങ്ങൾ, അതായത് പാരമ്പര്യ ട്രസ്റ്റിമാർ ഭരിക്കുന്നതല്ലാത്ത ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലെ മുഴുവൻ വരുമാനവും ദേവസ്വം ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ 1218 വലിയ ക്ഷേത്രങ്ങൾ മലബാറിലുണ്ട്. 1218 ക്ഷേത്രമുണ്ട്. ആ 1218 ക്ഷേത്രങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 5% കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ തുക തന്നെ വലിയ ഭീമമായ ഒരു തുക. 864 ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, 14 ധർമ്മസ്ഥാപനങ്ങളുണ്ട്. ഈ കണക്ക് ഞാൻ 4 കൊല്ലം മുമ്പാണ്, അതിനുശേഷം പിടിച്ചെടുത്തതിൽ കൂട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം വരുമാനം ഈ ദേവസ്വം ബോർഡ് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ 9 അംഗങ്ങളുണ്ടല്ലോ, അവർക്ക് തലങ്ങും വിലങ്ങും പറക്കാൻ കാറും അതുപോലെ തന്നെ A ക്ലാസ് TN. ഈ ചെലവ് ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന സമയത്ത് ഇല്ലാതിരുന്ന അധിക ചെലവ് രാഷ്ട്രീയക്കാർ ഭരണത്തിലേക്ക് വന്നതിന് ശേഷം 2008 മുതൽ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും ചെയർമാനും അവർക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനമാണ് അവർ നടത്തുന്നത്? അവർക്ക് ക്ഷേത്രത്തിൽ വികസന പ്രവർത്തനമായിട്ട് എന്ത് പ്രവർത്തനം നടത്തിയത്? 2008 മുതൽ വന്ന ഈ ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെ കാലത്ത് ഏതെങ്കിലും ഒരു അന്യാധീനപ്പെട്ട ഒരു സെന്റ് ഭൂമിയെങ്കിലും അത് സുധാകരൻ പറഞ്ഞ പോലെ വീണ്ടെടുത്തിട്ടുണ്ടോ? ദൂത്തടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ. ഈ പൈസ എല്ലാവരുടെ പൈസയാണ്. ഈ പൈസയെല്ലാം ഭക്തജനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി ഭരണത്തിലുള്ള പൈസ. അങ്ങനെ എടുത്ത പൈസയാണ് ഇങ്ങനെ ദൂത്തടിക്കാൻ വേണ്ടി. അതിന് കുറെ ഏറിയ അംഗങ്ങൾ, കുറെ കമ്മിറ്റികളും അവരൊക്കെ ചേർന്നുകൊണ്ട് ഈ ദേവസ്വത്തിന്റെ പണം കൊള്ളയടിക്കുന്ന ആ പരിപാടി തുടരുകയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 1991 ഒരു ഹിസ്റ്ററി സംഭവത്തിലുണ്ടാകുന്ന അങ്ങനെയാണ്. 1991 ഡിസംബർ മാസം 27-ാം തീയതി ഹിന്ദു പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നു. അതായത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരിയുടെ അതിദയനീയമായ ജീവിത സാഹചര്യം വിവരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് വന്നു. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആ പൂജാരിക്ക് 14 മാസമായിട്ട് ഒരു മുഖ്യ ശമ്പളം ഇല്ല. അദ്ദേഹം ആത്മഹത്യ പ്രവർത്തനം. ഇപ്പോ ദേവസ്വം ബോർഡ് വളരെ ഗംഭീര ജീവനക്കാലം കഴിച്ച് ദേവസ്വം ബോർഡ് വന്ന വളരെ ഗംഭീരമായിട്ട് അങ്ങനെ ഈ നമ്മുടെ നാട്ടിലെ പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെയും മേശാന്തിമാർക്കും അവിടെയുള്ള കീശാന്തിമാർക്കും അവിടെയുള്ള വാരന്മാർക്കും അവർക്ക് നമ്മുടെ തെലങ്കാനയിലെ ക്ഷേത്രത്തിലുള്ള ഒരു പൂജാരിയില്ല, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയില്ല. അദ്ദേഹത്തോട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ അദ്ദേഹം ഏതോ ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ ഈ വീടുകളിൽ ഡോർ ടു ഡോർ സാധനങ്ങൾ വിതരണം ചെയ്യാൻ ഇതുമായിട്ട് വീടുകളിൽ നമ്മളെ കുടുംബം. അപ്പോൾ ഞാൻ എൻ്റെ തിരുമേനി നിങ്ങളെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ ഡോർ ടു ഡോർ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്ന ടിക്ടോക്കിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് കണ്ട ആളെ ചോദിച്ചതല്ല പറഞ്ഞു. ഞാൻ എന്താ ഇദ്ദേഹത്തോട് ചോദിച്ചെന്താ ഈ സംഭവം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 6 ദിവസമായി ശമ്പളം കിട്ടുന്നു. ആ മനുഷ്യൻ പിന്നെ വേറെ ചെയ്യാൻ ഓരോ ഉറുപ്പ്യ കൊടുക്കുന്നില്ല. ഏറ്റവും അവസാനം കരഞ്ഞ് അവർ പട്ടിണി സമരം നടത്തി. കഴിഞ്ഞ ദിവസം പട്ടിണി സമരം നടത്തി ദേവസ്വം കൊണ്ട് ആസ്ഥാനത്ത്. എന്നിട്ടാണ് അതിനുള്ള പ്രത്യുപുരുഷം കൊടുക്കാൻ. ഇപ്പോഴും 3 മാസത്തെ ശമ്പളം കൊടുക്കേണ്ടവർ.
അപ്പൊ ഇതുപോലെ ദേവസ്വം ബോർഡ് ഭരണം ഏറ്റെടുത്തിട്ട് ഇവർക്ക് ശാന്തിക്കാരായ ആളുകൾക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ട് മറ്റ് ജോലിക്ക് പോകേണ്ട ദുരൂഹമായ സാഹചര്യം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കോ അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഉദ്യോഗസ്ഥന്മാരായാലും അല്ലെങ്കിൽ അവരുടെ അംഗങ്ങളായാലും ചെയർമാൻമാരായാലും അവർ പണം തൂത്തെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് വലിയ ആനുകൂല്യം. ചില വലിയ ധനാഢ്യമായ ക്ഷേത്രങ്ങൾ, അത്ര മേഖലാ ക്ഷേത്രം, ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രം പറഞ്ഞല്ലോ, ഇവിടുത്തെ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രം പറഞ്ഞല്ലോ, മറ്റൊന്ന് മേഖലാ ക്ഷേത്രമാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അവിടെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. അതല്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊന്നും ന്യായമായ വേതനമില്ല, അവർക്ക് സമയത്തിന് ശമ്പളവും കൊടുക്കുന്നില്ല, വളരെ ദുരിതമാണ് അവരെടുത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പൂജാരിയുടെ സംഭവം ഹിന്ദു പത്രത്തിൽ വന്നു. ഈ വാർത്ത കണ്ടിട്ട് കേരള ഹൈക്കോടതി അത് ഒരു പൊതു താല്പര്യ ഹർജിയായിട്ട് കണക്കാക്കിയിട്ട് കേരള ഹൈക്കോടതി അതൊരു കേസായിട്ട്, അങ്ങനെ കേസായിട്ടെടുത്ത് സർക്കാരിനോട് ദേവസ്വം ബോർഡുകളോട് മറുപടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മറുപടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡുകൾ മറുപടി കൊടുത്തു. ഇതിനെക്കുറിച്ച് കോടതി ചില അന്വേഷണങ്ങൾ നടത്തുകയും ചില നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തു. അപ്പൊ അവിടെ ആ നിഗമനങ്ങൾ അവർ പറയുന്നത്, ഹൈക്കോടതിയുടെ നിഗമനങ്ങൾ പറയുന്നത്, ഇവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ സമ്പന്നമായിരുന്നു ഒരു കാലത്ത്. കാരണം അവർക്ക് ഇഷ്ടം പോലെ ഭൂമി ഉണ്ടായിരുന്നു, അവർക്ക് പാട്ടം കൊടുക്കുന്ന ഭൂമി ഉണ്ടായിരുന്നു, കൃഷിഭൂമി ഉണ്ടായിരുന്നു, വനഭൂമി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ കാര്യം ഒരു മുടക്കമില്ലാതെ നടന്നുപോയിരുന്നു. പക്ഷെ അങ്ങനെ നടന്നുപോയെങ്കിലും ഈ ക്ഷേത്രം പിന്നീട് ഭൂരിഷ്കരണ നിയമം വന്നതിന് ശേഷമാണ്. അന്നത്തെ കാലത്ത് ഈ കുടുംബക്കാര് അതുപോലെ ഊരാളന്മാര് അവരൊക്കെ ട്രസ്റ്റിമാരായിട്ട് ഇത് നടത്തുന്ന സമയത്ത് ഭംഗിയായിട്ട് ഇത് നടന്നു പോയിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമം വന്ന് ഈ ഭൂമി മുഴുവനും വിതരണം ചെയ്തതിനു ശേഷമാണ്, വനഭൂമി കൈവശപ്പെടുത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നമുണ്ടായത് എന്നവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രഭൂമിയിലെ ഈ 1970 ഭേദഗതി വന്നപ്പോ ഈ വാരം പുറപ്പാട്, ക്ഷേത്രഭൂമിയിലെ വാരം പുറപ്പാട് അങ്ങനെയുള്ള സംഗതിയുണ്ട്. ആ സംഗതി കൊടുക്കേണ്ടതാണ് ഗവൺമെന്റ് തീരുമാനിച്ചു. എന്നിട്ട് സർക്കാരിൽ പോയിട്ട് പട്ടയം വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പട്ടയം വാങ്ങാൻ പോകുന്ന സമയത്ത് അതിന്റെ ജന്മാവകാശം സർക്കാർ വരുമ്പോൾ സർക്കാരിനാണ് പൈസ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ക്ഷേത്രത്തിന് കൊടുത്തിട്ടില്ല, അത് സർക്കാർ അതേ കൊടുത്തു. അങ്ങനെ ക്ഷേത്രത്തിന് വാരം പുറപ്പാട് ഇല്ലാണ്ടുപോയി. കിട്ടേണ്ടുന്ന തുക അത് ഗവൺമെന്റ് കൊണ്ടുപോയി ചെയ്തു. അങ്ങനെ ജന്മവിലയായിട്ട് സർക്കാരിന് കിട്ടിയ തുക ആനുവിറ്റിയായി ക്ഷേത്രങ്ങൾക്ക് നൽകിയോ എന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോടും ഗവൺമെന്റിനോട് ചോദിച്ചു. അതിന്റെ മറുപടി ശ്രദ്ധിച്ച്, മലബാറിലെ ക്ഷേത്രങ്ങൾക്ക് ന്യായമായി കൊടുക്കേണ്ട ആനുവിറ്റി കൊടുത്തിട്ടുണ്ടോ, അതിന്റെ ഭൂമി എടുത്തപ്പോ എന്ന് ചോദിച്ചപ്പോ കൊടുത്ത മറുപടി, ഇതേവരെ അതിന്റെ കണക്ക് പൂർണ്ണമായി നിജപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഈ സംഖ്യ മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഹൈക്കോടതിയിൽ മറുപടി കൊടുത്തത്. അങ്ങനെ ഈ സ്വകാര്യ വനങ്ങളും ഇതൊക്കെ ഏറ്റെടുത്തതുകൊണ്ട് സർക്കാർ ഈ വനഭൂമിയും ഏറ്റെടുത്തല്ലോ. ആ വനഭൂമിയിൽ നിന്നും സർക്കാരിന് എത്ര രൂപയുടെ വരുമാനം ഉണ്ടാവുമെന്ന് കോടതി ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഏകദേശം 2 കോടിയിലധികം ഉറുപ്പിയുടെ വരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. സർക്കാർ കൊടുത്ത കണക്കാണ്, അവർ കണക്കാക്കിയിരുന്നില്ല. 2 കോടി ഉറുപ്പിയിലധികം വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന വരുമാനം ക്ഷേത്രങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അങ്ങനെയുള്ള കൊടുക്കുന്ന വരുമാനം ക്ഷേത്രത്തിൽ നിന്ന് ഏറ്റെടുത്ത വനഭൂമി ഇപ്പൊ സർക്കാരിൻ്റെതായതുകൊണ്ട് ക്ഷേത്രത്തിന് കൊടുക്കേണ്ട കാര്യമില്ലാത്തത് കൊടുത്തിട്ടില്ല എന്നാണ് ഗവൺമെന്റ് മറുപടി. എങ്ങനെയുണ്ട്? ക്ഷേത്രത്തിന്റെ ഭൂമി അന്യായം ഏറ്റെടുക്കുക, കോടതി ചോദിക്കാതെ നഷ്ടപരിഹാരം കൊടുക്കണം. അതിപ്പോ നമ്മളെ ഭൂമിയായിട്ട് നമ്മൾക്ക് അമ്പലത്തിന് പൈസ കൊടുക്കുന്നതിന് മറുപടിയായിട്ട് കൊടുക്കുക. ഈ ധിക്കാരമാണ് കോടതിയോട്. അപ്പോ ജസ്റ്റിസ് ബാലനാരായണ മാരാറും ജസ്റ്റിസ് PK ബാലസുബ്രഹ്മണ്യവും 21/7/2004 ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം 47 പേജുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ, ആ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ: 1. കാസർഗോഡ് ജില്ലയുൾപ്പെടെ മലബാർ പ്രദേശത്തുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കുമായി ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണത്തിനുള്ളതും അല്ലാത്തതുമായ എല്ലാ ക്ഷേത്രങ്ങൾക്കുമായി കേരള ഗവൺമെന്റ് ഹിന്ദു റിലിജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് 1 മാസത്തിനകം ഒരു സ്കീം തയ്യാറാക്കി രൂപീകരിക്കണം. 1. 2. ഒന്നാം എതിർകക്ഷിയായ സർക്കാർ മലബാറിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ക്ഷേത്ര ജീവനക്കാർക്ക് കൊടുക്കേണ്ട ന്യായമായ വേതനം എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കണം. 3.
ഇപ്രകാരം ന്യായമായ വേതനം നിശ്ചയിക്കുന്നതിന് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളിൽ തത്തുല്യമായ ജീവനക്കാർക്ക് ഇന്ന് ലഭിക്കുന്ന ശമ്പളവും അലവൻസവും ഒരു മാർഗദർശകമായി കണക്കാക്കണം. അവിടെ കൊടുക്കുന്ന ശമ്പളം ഇവിടെ കൊടുക്കണം. 4, വലുതും ചെറുതുമെന്നോ ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണത്തിലിരിക്കുന്നതെന്നോ അല്ലാത്തതെന്നോ ഉള്ള ഭേദം കൂടാതെ മലബാറിലെ എല്ലാ പൊതുക്ഷേത്രങ്ങളെയും ഈ സ്കീമിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് ക്ഷേത്രങ്ങളെ സ്കീമിൽ ഉൾപ്പെടുത്തണം, ഭരണം ഏറ്റെടുക്കണമെന്നല്ല. എന്നിട്ട് ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ഇപ്പൊ ഏറ്റെടുക്കാത്ത ക്ഷേത്രങ്ങളിലെയും ശമ്പളം കൊടുക്കേണ്ടത് ഗവൺമെന്റാണ് എന്നാണ് കോടതി ഉത്തരവ്. ക്ഷേത്രം ഏറ്റെടുത്തിട്ട് വരുമാനം എടുത്തുകൊണ്ടല്ല, ഈ സ്കീമിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു. സർക്കാരും ഹിന്ദു റിലീജിയൻസ് എൻഡോമെന്റ് കമ്മീഷനും മേൽ പ്രസ്താവിച്ച രീതിയിലുള്ള ശമ്പളം നൽകുന്നതിനാവശ്യമായ വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള മാർഗം കണ്ടുപിടിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഈ ശമ്പളം കൊടുക്കേണ്ടതെന്നുള്ള മാർഗം നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് ഗവൺമെന്റിനോട് പറഞ്ഞത്. ക്ഷേത്രങ്ങൾക്ക് ലഭിക്കേണ്ട നാളിത് വരെയുള്ള ആനുറ്റി സ്റ്റേറ്റ്മെന്റ് ഒരു വർഷത്തിനകം സർക്കാർ തയ്യാറാക്കി ഇനിയും കൂടുതൽ വിളംബരം വരുത്താതെ എത്രയും വേഗം ആ തുക കൊടുക്കണം. 8, മലബാറിലെ ദേവസ്വങ്ങളുടെ വകയായിരുന്നതും ഇപ്പോൾ സർക്കാർ നിക്ഷിപ്തമായിട്ടുമായ വനഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആദായം ദേവസ്വങ്ങളുടെ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുമെന്ന് ഉറപ്പുവരുത്തണം. 9, ഇപ്രകാരമുള്ള തുക അതാത് ദേവസ്വങ്ങൾക്ക് പ്രത്യേകമായി കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെങ്കിലും പ്രസ്തുത തുക ഒരു കോമൺ ഫണ്ടിലേക്ക് സമാഹരിച്ച് ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് മലബാറിലെ ക്ഷേത്രങ്ങൾക്കായി നൽകേണ്ടതാണ്. 10, സർക്കാർ രൂപം കൊടുക്കേണ്ട ഈ സ്കീം ഇന്നു മുതൽ ഒരു വർഷത്തിനകം നടപ്പാക്കേണ്ടതാണ്. എന്ന് മുതൽ നടപ്പാക്കണമെന്ന് പറഞ്ഞത് 21/7/2004 അതായത് ഒരു വർഷത്തിനകം പറഞ്ഞാൽ 21/7/2005 ഇത് നടപ്പാക്കണം. ഹൈക്കോടതി ഉത്തരവാണ്. 11, ക്ഷേത്ര ജീവനക്കാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കണമെന്നുള്ള ഉത്തരവ് 1996 ജനുവരി 1 മുതൽ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി നടപ്പാക്കാനാണ് കോടതി പറഞ്ഞത്. ഈ 11 നിർദ്ദേശങ്ങൾ ക്ഷേത്ര ജീവനക്കാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ്. അതിനുശേഷം 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. 12, മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് മലബാർ ഡിസ്ട്രിക്ട് നടപ്പാക്കിയതിൽ പ്രകടമായ അസന്തുലിതാവസ്ഥ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടതിന്റെ വെളിച്ചത്തിൽ ഈ അസന്തുലിതാവസ്ഥയും അപാകതയും മാറ്റത്തക്ക വിധത്തിൽ ഒരു നിയമനിർമ്മാണം ആയതിലേക്ക് ഞങ്ങൾ ഒരു വർഷത്തെ സമയപരിധി നിശ്ചയിക്കുന്നു. നിയമം ഉണ്ടാക്കണം. ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം വരുമാനവും അതൊക്കെ കണക്കാക്കി അസന്തുലിതാവസ്ഥ പരിഹരിച്ച് അവർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഒരു വർഷത്തിനകം ചെയ്യണം. 13, മലബാറിലുള്ള ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകമായ ഒരു ബോർഡും കുട്ടിക്കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെയും ശങ്കരനായർ കമ്മീഷന്റെയും റിപ്പോർട്ടുകളുടെ ശുപാർശകളുടെ രീതിയിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും ക്ഷേത്രങ്ങൾക്ക് ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള ബോർഡും രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുന്നു എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഹൈക്കോടതി ഈ ദേവസ്വം ബോർഡിനും സർക്കാരിനോടും പറഞ്ഞിട്ടുണ്ട്. മുഖം രക്ഷിക്കാൻ വേണ്ടി ആകെ ചെയ്തൊരു കാര്യം ഒരു ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ക്ഷേത്രങ്ങൾക്കുണ്ടായ മെച്ചം അതുവരെ ഉദ്യോഗസ്ഥന്മാർ ക്ഷേത്രങ്ങൾ പിടിക്കാൻ വരുമായിരുന്നില്ല. പിന്നെ പ്രാദേശികമായി കുറച്ച് വർഷങ്ങൾക്ക് പ്രശ്നമുണ്ടായപ്പോ ഇരിട്ടിയിലെ മഹാദേവ ക്ഷേത്രത്തിന് ഒരു നോട്ടീസൊക്കെ കൊടുത്ത സമയത്ത് അവിടുത്തെ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ട്, നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ ചെറിയൊരു അസ്വസ്ഥയൊക്കെ ആയപ്പോ ഞാൻ ആലപ്പുഴയിൽ ഒരു യാത്രയുടെ ഭാഗമായി പോയപ്പോൾ അമ്പലപ്പുഴയിൽ ഒരു പരിപാടിക്ക് പങ്കെടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ചില പ്രധാനപ്പെട്ട ആളുകളെ കൂട്ടി ദേവസ്വം മന്ത്രി അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തെ കാണാൻ പോയിട്ട് ഞാൻ മലബാറിൽ ദേവസ്വം ബോർഡ് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എന്ന് പറഞ്ഞത് ചില ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ സ്ട്രിക്റ്റായിട്ടുള്ള ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ചില നാടുകളിൽ ചന്ദനക്കുറികൾ കിട്ടുന്ന ചില ആളുകൾ വരുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി വലിയ തോന്നിയാസുകളാണ്, ആ അമ്പലം ഏറ്റെടുത്ത് തരണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും വിശ്വാസം വന്നു, നീ എന്താ ഇപ്പോൾ കുടിയോടുന്നത്, നീന്ത് കമ്മ്യൂണിസ്റ്റാ എന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ ക്ഷേത്രം തന്നെ നേരാമണം നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നാട്ടുകാർ നേരാമണം നടത്തുന്ന ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കേണ്ട കാര്യമില്ല എന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുധാകരൻ എന്ന മന്ത്രി പൂജാരിമാരെ കുറിച്ചും തന്ത്രിമാരെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്.
പക്ഷെ ആ മന്ത്രി ക്ഷേത്രം പിടിച്ചെടുക്കുന്ന ഈ തെറ്റായ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടിലായിരുന്നു. അങ്ങനെ പിടിച്ചെടുക്കാൻ പാടില്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ദേവസ്വം ബോർഡോ ഗവൺമെന്റോ ജീവനക്കാർക്ക് വേണ്ടിയോ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയോ ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു കാര്യവും നടപ്പാക്കിയിട്ടില്ല എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ ഭൂമി അത് നഷ്ടപ്പെട്ടു, മലബാറിലെ ക്ഷേത്രങ്ങളുടെ ഭൂമി അതും നഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ ക്ഷേത്രങ്ങൾ തകർച്ചയുടെ അങ്ങേ തലക്കലെത്തി. നിങ്ങൾക്കറിയാലോ, ഇരിട്ടിയിൽ അപ്പുറത്തേക്കുള്ള ഈ പ്രദേശത്ത് പോയാൽ എത്ര ക്ഷേത്രങ്ങളാണ്, നമ്മുടെ ചുറ്റുപാടുള്ള എത്ര ക്ഷേത്രങ്ങളിലാണ് പൂജ ഉണ്ടായിരുന്നത്, എത്ര ക്ഷേത്രങ്ങളിലെ ആരാധന നടന്നിരുന്നത്. നമ്മുടേതായാലും 1950 മുതൽ 56 മുതൽ നിയമം അനുസരിച്ചിട്ട് കേരള ഈ ഗവൺമെന്റ് വന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് വന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇവിടെ ഒരു ദേവസ്വം ബോർഡെല്ലാം വന്നല്ലോ. നിങ്ങളുടെ അറിവിൽ തകർന്നു കിടന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രം, നിത്യപൂജയില്ലാത്ത ഏതെങ്കിലും ഒരു ക്ഷേത്രം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ വന്ന് നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി നമുക്ക് ഈ അമ്പലം പൊളിഞ്ഞിരിക്കല്ലേ, നമുക്കിതൊന്ന് ഉയർത്തണ്ടേ, നന്നാക്കണ്ടേ എന്ന് പറഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞ് നാട്ടുകാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, കമ്മിറ്റിയുടെ കൂടെ നിന്ന് നാട്ടുകാരുടെ കൂടെ നിന്ന് സഹായിച്ചിട്ട് ഒരു അമ്പലത്തിന്റെ പുനരുദ്ധാരണം നടത്തിയ ഒരു സംഭവം നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും അറിവിൽ കേട്ടിട്ടുണ്ടോ? ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോ നയിക്കുന്ന ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളോ ഇവരാരെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രം അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി, ജീർണോദ്ധരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും ഇന്ന് വരെ നടത്തിയിട്ടില്ല. പിന്നെന്ത് ചെയ്തു? നമ്മുടെ നാട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു, ആ അമ്പലം സംരക്ഷിക്കണം, അത് ഉയർത്തണം എന്ന് കരുതിയിട്ട് ആ നാട്ടിലെ ആളുകൾ, ഹിന്ദുക്കളുടെ സ്ഥിതി വളരെ ദയനീയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂലിപ്പണി എടുത്തിട്ട് കിട്ടുന്ന പൈസയാണ്. അങ്ങനെ കൂലിപ്പണിക്ക് പോകാതെ ഇവിടെ പോയി പണിയെടുത്തും കൂലിപ്പണിക്ക് പോയി കിട്ടിയ പൈസ അങ്ങനെ ശേഖരിച്ച് വെച്ച് പിടിയരി കൊടുത്തും ക്ഷേത്രത്തിലെ ഓരോ കല്ലായിട്ട് എടുത്ത് വെച്ച് ഈ ഇവിടത്തെ പാവപ്പെട്ടവന്റെ കണ്ണീരും ചോരയും വിയർപ്പും കൂട്ടിക്കുളച്ചുണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ്, ഉയർന്നു വന്ന ക്ഷേത്രങ്ങളാണ്. ഇവിടെ ഇപ്പോൾ കലശം കഴിച്ചിട്ടുള്ള, ജീർണോദ്ധാരണം നടത്തിയിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും എന്നുള്ളത് ഓരോ പ്രദേശത്തെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് റെസീറ്റ് ബുക്കുമായി പോകുമ്പോൾ, ആ സമയത്ത് ആളുകളുടെ അടുത്ത് കലക്ഷൻ ഓടി പോകുമ്പോൾ, ജനങ്ങളോട് പിരിവ് ചോദിക്കുമ്പോൾ, അമ്പലത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് അന്ധവിശ്വാസമാണ്. ഈ ക്ഷേത്രം ഉയർത്തിയിട്ട് എന്താ കാര്യം? ഒരു അമ്പലം പൊളിച്ച് കപ്പ വെച്ചാൽ അത്രയും നല്ലതാണ്, ഒരർത്ഥം വെച്ചാൽ അത്രയും അന്ധവിശ്വാസം നടത്തുന്നു. പാർട്ടി ക്ലാസുകളെ പ്രചരിപ്പിച്ച് ഈ ക്ഷേത്ര വിശ്വാസമെല്ലാം അന്ധവിശ്വാസവും പിന്തിരിപ്പനും യാഥാർത്ഥ്യവുമാണ്, ഇതിനൊക്കെ പോകുന്നവര് അന്ധവിശ്വാസികളാണ് എന്ന് പ്രചരിപ്പിച്ച് അങ്ങനെ പോയ അപമാനിച്ച് ആക്ഷേപിച്ച് അവഹേളിച്ച് നടന്നിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരു നിലയിലെത്തിയപ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഉളുപ്പില്ലെങ്കിൽ ഒരു കിഴപ്പ് വേണം ഇങ്ങനെ വരുന്നത്. അത് രണ്ടുമില്ലാതെ ഈ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ വരുന്നത് എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. ഇതെന്ത് ന്യായമാണ്? നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഒരു ക്ഷേത്രത്തിൽ വന്ന് കൂട്ടുപിടിക്കാൻ? ഏത് സർക്കാരാണ്, ഏത് നിയമമാണ്, ഏത് ഭരണഘടനയാണ്, ഏത് ദേവസ്വം ആക്ടാണ്, ഏത് ഖണ്ഡികയാണ്, ഏത് വകുപ്പാണ് ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് അതിന്റെ പൂട്ട് അടിച്ച് പൊടിച്ചിട്ട് അകത്ത് കയറിയിട്ട് കുത്തിപ്പറിക്കാനുള്ള അധികാരം എന്ന വകുപ്പാണ്? പോയ പോലീസുകാരന്മാർ പറയണം, ഒന്നിച്ചു പോയ ഗുണ്ടകൾ പറയണം, ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞിട്ട് എഴുന്നള്ളിയ ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പിന്റെ ഉത്തരവാദിത്വമുള്ള അധർമ്മികൾ പറയണം. ഏത് വകുപ്പനുസരിച്ചാണ് നിങ്ങൾ ചെയ്തത്? ഒരധികാരമില്ലാതെ എന്ത് തോന്നിയാസം ചെയ്യാമോ? നിങ്ങൾക്ക് ആരാധികാരമുള്ളത്? ഏത് പാർട്ടിയായാലും ശരി, ഏത് പാർട്ടിക്ക് ഇങ്ങനെ അധികാരമുള്ളത്? ഇത്തരം വിശ്വാസികളെ നശിപ്പിക്കാൻ, അവരാക്ഷേപിക്കാൻ, അവഹേളിക്കാൻ ഏത് പാർട്ടിക്ക് ആരാധികാരം കൊടുത്തിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ പാർട്ടികളിലും വിശ്വാസമുണ്ട്, അത് പാർട്ടി ഭേദമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഇഷ്ടംപോലെ വിശ്വാസികളുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞത്, ശബരിമലയിൽ അരിവാളിന്റെ ഒരു പെട്ടിയും താമരയുടെ ഒരു പെട്ടിയും വെച്ചാൽ അവിടെ പോകുന്നയാള് അവിടെ ഒരു കൂപ്പണിട്ടാൽ അരിവാളിന്റെ പെട്ടിയിലാണ് കൂടുതൽ കൂപ്പുണ്ടാവുക. ആയിക്കോട്ടെ, നല്ല
ഇത്രകാലം അവർ പറഞ്ഞത് തള്ളിയിട്ട് ആളുകൾ കമ്മ്യൂണിസത്തെ കാർപ്പിച്ച് തുപ്പിയിട്ട് ആധ്യാത്മികതയുടെ മാർഗത്തിൽ പോകുന്ന പച്ച മലയാളത്തിൽ ആ മനുഷ്യൻ പറഞ്ഞത് നല്ല കാര്യമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിലേക്ക് അവരുടെ അരികൾ വന്നുള്ളതാണ്, അത് നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ നേരത്തെ സ്വാമി പറഞ്ഞല്ലോ, ദേവസ്വത്തിന്റെ പേരിൽ കൊണ്ടുവരുന്നത്. നിങ്ങളിപ്പോ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ അന്നദാനം നടത്തണമെങ്കിൽ നിങ്ങൾ 500 പേരുടെ ഒരു സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എല്ലാ ദേവസ്വം ബോർഡിലേക്ക് വരാൻ പോവാണ്. ശബരിമലയിൽ നിങ്ങൾക്ക് ഒരു അന്നദാനം നടത്തും. അവിടെ 1 ലക്ഷം റുപ്യ, 5 ലക്ഷം റുപ്യ, 10 ലക്ഷം റുപ്യ ശബരിമലയിൽ അന്നദാനത്തിന് ആളുകൾ പൈസ കൊടുക്കും. 1 കോടി കൊടുക്കുന്ന ആളുകൾ അന്നദാനത്തിന്. ദേവസ്വം ബോർഡ് ഒരാൾക്കും കൊടുക്കില്ല. ഇതെല്ലാം ഈ ആളുകൾ കൊടുക്കുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ആ പൈസ ഉപയോഗിച്ചിട്ട് അന്നദാനം കൊടുക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഒരിലക്ക് 12 റുപ്യ സെസ് ഏർപ്പെടുത്തണം. ദേവസ്വം ബോർഡിന് സെസ് കൊടുക്കണം. അതായത് ഒരു ഭക്തൻ, അയാൾക്ക് 100 ഭക്തന്മാർക്ക് ഒരു നേരത്തെ അന്നദാനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിന് ഒരു തുക കൊടുക്കുമ്പോൾ, സംഭാവന ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് ആ 100 ആൾക്ക് അന്നദാനം കൊടുക്കണമെങ്കിൽ സദ്യയുടെ ചെലവിന് കൂടാതെ ദേവസ്വം ബോർഡിന്റെ സെസ്സായിട്ട് ഒരിലക്ക് 12 രൂപ കൊടുക്കണം. കാറ്ററിംഗ് സർവീസ് കഴിയോ ഇതുപോലത്തെ പിടിച്ചോറി? ഇതെന്തൊരു ദേവസ്വം ബോർഡപ്പ? ഓർഡർ ചെയ്യേണ്ട കാര്യം ഓർഡർ ചെയ്യാത്തതുകൊണ്ട് നാട്ടുകാർ ചെയ്യുമ്പോ ഓനെ അതിൽ നിന്നും പിടിച്ചു പറിക്കാന്ന് പറഞ്ഞാൽ ഇത് എവിടത്തെ ന്യായമാണ് നിങ്ങൾ നടപ്പാക്കുന്നത്? എന്നിട്ട് എൻ വാസു ഇപ്പോ കരച്ചിലാണ്. കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഭക്തന്മാരെ എല്ലാം മറക്കണം, പൊറുക്കണം. നിങ്ങൾ സ്വകാര്യ ക്ഷേത്രങ്ങളിൽ മാത്രം പോയാൽ പോരാ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും വരണം. നിങ്ങളിവിടെ ഭണ്ണാരത്തിൽ പൈസ ഇടണം. ശാന്തിക്കാർക്കൊന്നും പൈസ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. ജീവനക്കാരെല്ലാം പട്ടിണിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് കേണപേക്ഷിച്ചു. ഏത് ദേവസ്വം ബോർഡ് ചെയർമാനാണെന്നറിയോ? എൻ വാസു. ഈ എൻ വാസു അവിടെയും ഒരു വാസു. ആ എൻ വാസു, ആ വാസുവാണ് പത്മകുമാറിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് വേണ്ടി പിണറായിയുടെ ചട്ടുകളായി പ്രവർത്തിച്ച അന്നത്തെ ദേവസ്വം കമ്മീഷനാണ് ഈ വാസു. അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് അയാളെ പിന്നീട് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനാക്കുന്നത്. ആ അധ്യക്ഷനായിട്ട് അയാൾ വന്നാൽ ഏത് ഭക്തനാ പോയിട്ട് പണ്ണാർക്ക് പൈസ കൊടുക്കും? അമ്പലത്തിൽ ആളുകൾ കോവിഡ് കാലല്ലെങ്കിൽ ആളുകൾ നിയമം അനുസരിച്ച് ആളുകൾ പോകും. പക്ഷെ ആളുകൾ പോകുമ്പോൾ ഇപ്പൊ ആളുകൾക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഹിന്ദു വിരുദ്ധമായ, വിശ്വാസ വിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അധികാരത്തിന്റെ തലപ്പത്ത് ദേവസ്വം ബോർഡിലും അതുപോലെ തന്നെ ഇരിക്കുന്ന കാലത്തോളം ഞങ്ങൾ പോയിട്ട് ഭഗവാനോട് പോയിട്ട് നമ്മുടെ പ്രാർത്ഥനയൊക്കെ നടത്തുകയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ അതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് വരും. ഭഗവാനും അത്രയേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ ഭക്തരുണ്ട്. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം എന്താണ്? അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം ഈ ഭക്തജനങ്ങൾക്കും അവരുടെ വികാരങ്ങൾക്കും പുല്ല് വിലയില്ലാന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ നടത്തിയ കാടൻ നയങ്ങളും നിയമങ്ങളാണ്. ശബരിമലയിൽ യുവതികളെ ഒളിച്ചു കടത്തിയതിനു ശേഷം ഒരു ഹർത്താൽ ഇവിടെ നടന്നു. ആ ഹർത്താലിനെ തുടർന്ന് ചില പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം ഒരു ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ചോദിക്കുകയാണ്, ഇന്നലെയും ഒരു യുവതി കയറിയിട്ടുണ്ട്, നിങ്ങൾ ഹർത്താൽ നടത്തുന്നില്ലേ? ശ്രീലങ്കയിൽ നിന്ന ഒരു യുവതി കയറിയത് വ്യാജപ്രചരണം ഉണ്ടായിരുന്നു. അത് കേട്ടിട്ട് പരിഹാസത്തോടുകൂടി മുഖ്യമന്ത്രി ചോദിക്കാൻ, ഒരു യുവതി ഇന്നലെയും കയറിയിട്ടുണ്ട്, നിങ്ങൾ ഹർത്താൽ നടത്തുന്നില്ലേ എന്ന്. അവിടെ ഇരുട്ടത്ത് 2 ആളെ കയറ്റി. പോലീസുകാരുടെ, ഇവിടത്തെ പോലീസുകാർ ഉൾപ്പെടെയുണ്ട്, മറ്റൊക്കെയുള്ള പോലീസുകാരൊക്കെ ഉണ്ട്. അങ്ങനെ കയറ്റിയിട്ട് ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്തിട്ട് എല്ലാ ചാനലുകാർക്കും കൊടുത്തു. എന്നിട്ട് യുവതി കയറിയിരിക്കുന്നു എന്ന് പ്രചരണം നടത്തി. ക്ഷേത്ര നട പോലും തുറക്കാത്ത സമയത്ത് എന്തായാലും ആ വീഡിയോ പ്രചരിപ്പിച്ചതുകൊണ്ട്, ആ വീഡിയോ യുവതി കയറി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിച്ച വീഡിയോ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ അന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. 18 കൊല്ലം മലക്കുപോയവർ, 36 കൊല്ലം മലക്കുപോയവർ, അവിടെ തെങ്ങും തൈ വെച്ച ആളുകൾ അവർ തീരുമാനിച്ചു, ഇനി ഞങ്ങൾ മലയിലേക്കില്ല. നെഞ്ചുരുകിക്കൊണ്ടാണ്, അയ്യനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ തീരുമാനമെടുത്തത്.
ഞാനതിന് ശേഷം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ശബരിമലയിൽ പോകുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, മലയാളികൾ എത്ര പേര് ശബരിമലയിൽ വരുന്നുണ്ട്? തമിഴ്നാട്ടിൽ ആളുകൾ വരുന്നുണ്ട്, വളരെ കുറവ്. പണ്ട് വരുന്നതിന്റെ 1% പോലും വരുന്നില്ല. ഇപ്പൊ സർക്കാർ തീരുമാനിച്ചു 10,000 ആളെ കയറ്റിക്കോണം. ഞാൻ അവിടെ വിളിച്ച് അന്വേഷിച്ചു എത്ര ആൾ വരുന്നുണ്ട്. 1000-ൽ താഴെ ആളുകളാണ് വരുന്നത്. പോലീസാണ് അവിടെ വരുന്ന ആരാൻ തീരുമാനിക്കുന്നത്. ഹൈക്കോടതി ചോദിച്ചല്ലോ ആരായി തീരുമാനമെടുത്തു. പോലീസാണ് ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് വരുന്നതിന്റെ ഈ രജിസ്റ്റർ ചെയ്യേണ്ട പോർട്ടൽ, ആ പോർട്ടലൊക്കെ കൈകാര്യം ചെയ്യുന്ന ഈ പോലീസാണ്. പോലീസിനുണ്ടായിരുന്ന അധികാരം. പോലീസ് എങ്ങനെയാണ് ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷനിലേക്കാണോ ഭക്തന്മാർ വരുന്നത്? DGPയുടെ ആസ്ഥാനത്തേക്കാണോ ഭക്തർ വരുന്നത്? ശബരിമല അയ്യപ്പനടുത്തേക്ക് വരുന്ന ഭക്തന്മാരുടെ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള വർക്കൊക്കെ നിയന്ത്രിക്കാൻ ഈ പോലീസുകാർക്കുള്ള അധികാരം എന്ന് ഹൈക്കോടതി ചോദിച്ചല്ലോ. ഇതൊക്കെ ഈ വെള്ളരിക്ക പട്ടണം പോലെ എന്താ ഇവിടെ നടക്കുന്നത്? ഹൈക്കോടതി പോലും അമ്പെന്ന് ചോദിക്കണം. ഈ ദേവസ്വം ബോർഡ് എന്തായിരുന്നത്? ദേവസ്വം ബോർഡ് പുറങ്ങാനായി കൊടുത്തിരിക്കണം പോലീസുകാർക്ക്. പോലീസുകാരാണ് ഭക്തന്മാർ. ആരവിടെ അങ്ങോട്ട് പോവുക? ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ സ്ഥിതി. മറ്റു ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താണ്? പല ക്ഷേത്രങ്ങളിലും ചില ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിളിച്ച് സംസാരിക്കും. ഇനിയിപ്പോ നമ്മുടെ ക്ഷേത്രം ഏറ്റെടുക്കുന്ന പറയുന്നു. ഇനിയിപ്പോ എന്തിനാണ് ക്ഷേത്രത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തിനാ കെട്ടിടം എടുക്കുന്നത്? എന്തിനാ ഓഫീസ് പണിയുന്നത്? എന്തിനാ ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നത്? എന്തിനാ അന്നദാന മണ്ഡപം ഉണ്ടാക്കുന്നത്? ഇതെല്ലാം ഉണ്ടാക്കിയാലാണ് പിടിക്കാൻ ആൾ വരിക. ഒന്നും വേണ്ട, ഒന്നും പണിയണ്ട. പിന്നെ പൈസ ദൂർത്തെടുത്ത് ചെലവാക്കാതെ ഖജനാവിൽ അക്കൗണ്ടിൽ അങ്ങനെ സൂക്ഷിച്ച് വർദ്ധിപ്പിച്ച് അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ ആലോചിക്കണം പിടിക്കാൻ വരുന്നു. അതുകൊണ്ട് ദൂർത്തടിക്കണമായിരുന്നു. ഭാര്യയ്ക്ക് ഒരു ചെലവഴിക്കണമായിരുന്നു. മാർക്സിസ്റ്റുകാരായ കമ്മിറ്റിക്കാർ ചെയ്യുന്ന പോലെ ചെയ്യണമായിരുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ചെയ്യുന്ന പോലെ ഇതൊക്കെ നശിപ്പിക്കണമായിരുന്നു. അങ്ങനെ നശിപ്പിച്ച് ഇവിടെ പൈസ ഇല്ലായിരുന്നുവെങ്കിൽ പിടിക്കാൻ വരില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഭണ്ണാരത്തിലിട്ട പൈസ, ആ പൈസ കൃത്യമായി കണക്കോടുകൂടി സൂക്ഷിച്ച് അക്കൗണ്ടിൽ സൂക്ഷിച്ചത് കൊണ്ടാണ്, അതിന്റെ വലിപ്പം കേട്ടിട്ടാണ് മട്ടന്നൂർ അമ്പലം പോലെയുള്ള ക്ഷേത്രങ്ങൾ പിടിക്കാൻ വരുന്നത്. ഏതായാലും ഒരു പൈസയും ഇട്ടിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം 30 കൊല്ലം മട്ടന്നൂർ അമ്പലം നടത്താനുള്ള പൈസ ഇപ്പൊ അക്കൗണ്ടിലുണ്ട്. ഒരു ക്ഷാമവും പൈസക്കില്ല. കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലുണ്ട്. ഇനി നിങ്ങൾ പൈസ ഇട്ടില്ലെങ്കിലും കാര്യമൊന്നുമില്ല. അത് നടത്താനുള്ള പൈസ എവിടെയുണ്ട്? അതുകൊണ്ട് ദേവസ്വത്തിന്റെ അധികൃതർ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പൈസക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി ഇപ്പൊ പൈസ കൊണ്ടോ കൊടുത്തിട്ടില്ലെങ്കിലും അതൊക്കെ അവർക്ക് ഒരു കാര്യമൊന്നുമല്ല. അത് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമല്ല എന്ന ഭാവത്തിലാണ്. ഇനി നിങ്ങൾ അഥവാ ക്ഷേത്രത്തിൽ വന്ന് ഭണ്ണാരത്തിൽ പൈസ ഇട്ടില്ലെങ്കിലും ഈ 10-30 കൊല്ലത്തേക്ക് നടത്താനുള്ള പൈസ ഇപ്പൊ അക്കൗണ്ടിലുണ്ട് എന്ന ദാഷ്ട്യത്തിലാണ് അവരിപ്പോ വന്ന് ക്ഷേത്രം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിയോടും വിവേകത്തോടും കൂടി ഇത്തരം കാര്യങ്ങളെ സമചിത്തതയോടുകൂടി ഭക്തിപൂർവ്വം ഇത്തരം കാര്യങ്ങളെ വേണ്ടവണ്ണം ചിന്തിച്ച് കൈകാര്യം ചെയ്താൽ ഒരുത്തരും അന്തരം പിടിക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് കെഞ്ചുന്നവരെ കെഞ്ചേണ്ടി വരും. ഇപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനികളായ ആളുകളെ പ്രസിഡന്റാക്കുന്നതാണ്. BJPയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരാൾ കൊടുത്ത ഓഫർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുന്ന. അയാൾ പോയതിനു ശേഷം അടുത്ത തത്വജ്ഞാനിയെ കൊണ്ടുവരുന്നതിനാച്ചാൽ CPM വിട്ട് പുറത്തേക്ക് പോയി ഷൊർണൂരിൽ വേറെ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച് CPMന്റെ പ്രതിപക്ഷ നേതാവായി ഷൊർണൂർ നഗരസഭയിൽ നിന്ന ആളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കൊടുത്ത ഓഫറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുന്നത്. ഇപ്പൊ കേട്ടത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കാൻ പോകുന്നത് കോഴിക്കോട് കോൺഗ്രസ് ഇപ്പൊ മാറി വന്ന ഒരു നേതാവിനെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കാൻ പോകുന്നത്. അപ്പൊ ഈ മാറി വരുന്ന ആൾക്കും മാറ്റിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പോസ്റ്റ്. ഭക്തജനങ്ങൾ, വിശ്വാസികൾ ഈ കാര്യങ്ങളെല്ലാം ശരിയായ വണ്ണം മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരോടുമായിട്ട് പറയാനുള്ള കാര്യം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭമാണ്. പ്രശ്നങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടോ? പക്ഷെ വിശ്വാസികൾ യോജിച്ചു നിൽക്കുന്നു. വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം, രാഷ്ട്രീയമായല്ലേ അല്ല, രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിനോ ഏത് പാർട്ടിയെ വിശ്വസിക്കുന്നതിനോ പ്രശ്നമില്ല.
പക്ഷേ നമ്മുടെ ആരാധനയും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരും പറഞ്ഞ് നമ്മൾ ചെയ്യരുത്. മഹാഭാരതത്തിൽ ഉള്ളൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പാണ്ഡവന്മാരെ പാണ്ഡവന്മാരെ ആക്കി കൊടുത്തുള്ള 12 വർഷം കാട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ കാട്ടിൽ പോയ അവരെ അടിയും തൊഴിൽ കൊടുത്തിട്ടുണ്ട്. കൗരവന്മാർ കാട്ടിൽ പോയിട്ട് ഈ പാണ്ഡവന്മാർ കുടിക്കുന്ന വെള്ളത്തിൽ, കുളത്തിൽ നിന്ന് കുടിക്കുന്ന വെള്ളത്തിൽ നഞ്ഞി ഇളക്കും. ഇവരിങ്ങനെ നഞ്ഞി ഇളക്കുന്നത് കണ്ടിട്ട് യക്ഷന്മാർ ഈ നഞ്ഞി ഇളക്കുന്ന ആളുകളെ കയ്യോടെ പിടിച്ചിട്ട് മറ്റോട് പിടിച്ച് കെട്ടിയിട്ടു. ഇവരിങ്ങനെ നട്ടക്കറാളം കടക്കുക, നമ്മളെ കെട്ടിയിട്ടോ നമ്മളെ രക്ഷിക്കണേ പറഞ്ഞിട്ട് ഈ കൗരവന്മാരുടെ കാര്യമാണ്. ഇത് കേട്ടിട്ട് പാണ്ഡവന്മാർ ധർമ്മപുത്രൻ ടീമെല്ലാം കൂടി പോകുമ്പോൾ കരത്ത് കേട്ടിട്ട് വന്നിട്ട് നോക്കുമ്പോ നമ്മളെ ആളുകൾ ദുര്യോധനും ദുശാസനും ഇവരെല്ലാം മറ്റോട് കെട്ടിയിട്ട് കാര്യമാണ്. ദൈവം പറഞ്ഞ് അങ്ങനെ വേണം. ബാക്കിയുള്ളവർ പറഞ്ഞു ഇപ്പൊ നല്ല ചാൻസാണ്, നല്ലോണം കൊടുത്തു കൊടുക്കുക, കാരണം കെട്ടിയിട്ട് അത് പോയിട്ട് നല്ലോണം കൊടുക്കാമെന്ന്. ധർമ്മപുത്രർ ഭീമനോടും സഹദേവനോടും നകുലിനോടും രോഷാകുലരായി ഓടിയെടുക്കുന്ന അവരോട് അന്യന്മാരോട് ബലപൂർവ്വം പറഞ്ഞു അനങ്ങരുത്, നിൽക്കവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ശരിയാണ്, നമ്മളെ അവർ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് നിന്നിട്ടില്ല. പക്ഷെ അവര് നമ്മുടെ സഹോദരന്മാരാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവര് 100ഉം നമ്മൾ 5ഉമാണ്. പക്ഷെ പുറത്തുള്ള ആളുകൾ നമ്മളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ 105ആണ്. ഇപ്പൊ നമ്മൾ ഒറ്റ കൂട്ടറാണ്. അന്യസഹേർ വിവാദേതു വയം 5% പരസ്പരം വിവാദേതു വയം 5% എന്നാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ 105ആണ്. 105 ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭമാണ്. ബാക്കി ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് ഈ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഈ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി, ഈ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് ഈ ക്ഷേത്രം എത്തിയതിന്റെ വളർച്ച മുരടിക്കുന്നത് 2009-ലാണ്. ആ 2009 ദേവസ്വത്തിന്റെ കടന്നുകയറ്റമില്ലായിരുന്നുവെങ്കിൽ പുതിയ സ്ഥാപനങ്ങളും പുതിയ സംവിധാനങ്ങളുമായി ഈ ക്ഷേത്രം ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായവർ. ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ വളർച്ച മുരടിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഡെമോക്രസിന്റെ വാള് എല്ലാ ക്ഷേത്ര സമിതികളുടെയും തലക്കുമേലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ആരാണ് ക്ഷേത്രം നന്നാക്കുക? ആരാണ് ഉയർത്താൻ വരിക? ഇനി ആരാണ് തകർന്ന ക്ഷേത്രം ഉദ്ധരിക്കുക? ആരാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുക? കഷ്ടപ്പെട്ടിട്ട് എന്താണ് കാര്യം? ബാലമാഷന്മാർ 25 വരെ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഇത് കേൾക്കാനാണെങ്കിൽ ആരാണ് ഇതിന് തയ്യാറാവുക? അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആരും ഇതിന് തയ്യാറാകരുത്. ബാക്കിയുള്ളത് ഉയരാൻ പാടില്ല, അതെല്ലാം നശിപ്പിക്കണം എന്ന ദുഷ്ടരാത്തോടുകൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തെറ്റുകൾ പറ്റാം, തെറ്റുകൾ തിരുത്തണം. നിയമവിരുദ്ധ നടപടികൾ അതിനെ ഒരു കോടതിയും അംഗീകരിക്കില്ല. ഇപ്പൊ പ്രചരണം നടത്തുകയാണ്, കോടതി തള്ളിക്കളഞ്ഞുമൊക്കെ. ശരിയായ നിലയിൽ ഇപ്പോൾ നടന്ന അതിക്രമം കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തിയാൽ ഈ അതിക്രമത്തിനെതിരായ വിധിയും ഭക്തന്മാർക്ക് അനുകൂലമായ വിധിയും ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാവശ്യമായ നിയമ പോരാട്ടത്തിനും ഈ വിശ്വാസി വിരുദ്ധ, ഹൈന്ദവ വിരുദ്ധ നടപടികൾക്കെതിരെ ഏതൊക്കെ നിലയിലാണ് എപ്പോഴൊക്കെയാണോ പ്രതികരിക്കേണ്ടത് അപ്പോഴൊക്കെ ശരിയായ വണ്ണം പ്രതികരിക്കാൻ വിശ്വാസികൾ തയ്യാറാണെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തയ്യാറാകുന്ന മുഴുവൻ നടപടികൾക്കും ഭക്തജന സമൂഹത്തിന്റെ